നമസ്കാരം. ഡസ്റ്റിൻ റൈസും നടാഷയും കൂടി ആ റെസ്റ്റോറന്റിൽ സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഡസ്റ്റിൻ വലതു ഭാഗത്തുള്ള ആ ചെറുപ്പക്കാരെ നോക്കുന്നത് നടാഷ കണ്ടു. കുറെ സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെയാണ് ആ കൂട്ടത്തിലുള്ളത്. ഡസ്റ്റിന്റെ കണ്ണ് അവിടേക്ക് പാളി വീഴുന്നത് കണ്ട നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, എന്താ സംഭവം? അല്ല, ഒന്നുമില്ല നടാഷ. ഡസ്റ്റിൻ, ഞാൻ ഇന്ന് സ്റ്റോണിക്ക് പോവേ. ഇവിടെ ഏതെങ്കിലും പെമ്പിള്ളരുമായി കറങ്ങി നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ ഡസ്റ്റിൻ ഞാൻ കട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ അവളുടെ കൈ കൊണ്ട് കട്ട് ചെയ്യുന്നൊരു ആക്ഷൻ കാണിച്ചു. അതിനുശേഷം നടാഷ അവളുടെ ടേബിളിനടുത്തുനിന്ന് എണീറ്റു. നടാഷ അതിവേഗം ഭക്ഷണം കഴിച്ച് എണീക്കായിരുന്നു. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ കഴിച്ചു തരുന്നവരെ ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ ഇറങ്ങുകയാണ്. ഏയ് നടാഷ നിൽക്ക്, ഞാൻ എയർപോർട്ടിൽ ആക്കാം. ഡസ്റ്റിൻ, വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവാം. നടാഷയ്ക്ക് ഡസ്റ്റിനുമായി എയർപോർട്ടിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല എന്ന് അവളുടെ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. എയർപോർട്ടിൽ ഡസ്റ്റിനൊപ്പം എത്തിയാൽ അവൾക്ക് ഡസ്റ്റിനെ വിട്ടിട്ട് സ്റ്റോണിക്ക് പോവാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും. അത് നടാഷയ്ക്ക് അറിയാം. നടാഷ ഡസ്റ്റിന് അധികം സംസാരിക്കാൻ അവസരം കൊടുക്കാതെ അതിവേഗം ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിൻ ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ സീറ്റിൽ നിന്ന് എണീറ്റ് വാതിൽക്കിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം. ഡസ്റ്റിൻ! ശബ്ദം കേട്ട് ഡസ്റ്റിൻ തിരിയുമ്പോൾ ഡസ്റ്റിനടുത്തേക്ക് സാക്ഷാൽ ഷീല മറേ ഓടി വരികയാണ്. ആ ചെറുപ്പക്കാരുടെ ഇടയിൽ ഷീല ഇരിക്കുന്നത് ഡസ്റ്റിൻ നേരത്തെ കണ്ടതാണ്. ഷീലയ്ക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി ഡസ്റ്റിൻ വേഗത്തിൽ വാതിൽക്കിലേക്ക് നടക്കുമ്പോഴാണ് ഷീല ഡസ്റ്റിനെ വിളിച്ചത്. തന്റെ അടുത്തേക്ക് വരുന്ന ഷീലയെ കണ്ടതും ഡസ്റ്റിൻ ഷീലയോട് ചോദിച്ചു, ഹേയ് ഷീല, കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഡസ്റ്റിൻ, ഇത് ശരിക്കും അതിശയമായിരിക്കുന്നു. ഡസ്റ്റിൻ എന്നാ ഇവിടെ വന്നത്? ഷീല, ഞാനിവിടെ വന്നിട്ട് കുറെ നാളായി. സത്യത്തിൽ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ജനറൽ മറയെ കാണാൻ അങ്ങോട്ട് വരാതിരുന്നത്. ജനറൽ ക്രിസ്റ്റഫർ മറയെ കാണാനായിട്ട് സ്വാഭാവികമായിട്ട് മിൽസ്ബർഗിൽ എത്തിയാൽ ഡസ്റ്റിൻ ചെല്ലേണ്ടതാണ്. ഡസ്റ്റിൻ മിൽസ്ബർഗിൽ എത്തിയിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി. ഡസ്റ്റിൻ മറയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ല. ഡസ്റ്റിനോട് വളരെ സൗഹാർദ്ദപൂർവ്വം ഷീല സംസാരിക്കുന്ന കണ്ടതും ഷീലയ്ക്കൊപ്പം അവിടേക്ക് നടന്നു വന്ന ഒരു സുന്ദരി പെൺകുട്ടി ഷീലയോട് ചോദിച്ചു, ഷീല, ഇതാരാ? ആ വിവിയൻ, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇത് ഡസ്റ്റിൻ റൈസ്, എന്റെ സുഹൃത്താണ്. ഈ ഡസ്റ്റിനാണ് എന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയത്. ഓ, അദ്ദേഹമാണോ ഇത്? ഷീലയെ ബാധിച്ചിരുന്ന ആ ഫ്രോസ്റ്റ് കോൾഡ് എന്നുള്ള അസുഖം ഭേദമാകുമെന്ന് ആരും കരുതിയിരുന്നതല്ല. ഒരു മിറാക്കിൾ ഡോക്ടറാണ് ഷീലയുടെ ആ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയെന്നുള്ള കാര്യം മിൽസ്ബർഗിലെ അവളുടെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പൊ ഇതാ വിവിയൻ ആ മിറാക്കിൾ ഡോക്ടറെ കാണുകയാണ്. വിവിയൻ കൗതുകപൂർവ്വം ഡസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഡസ്റ്റിനെ കണ്ടിട്ട് ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ അയാളൊരു മിറാക്കിൾ ഡോക്ടറാണെന്ന് ഷീല തീർത്തു പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിശ്വസിക്കാനും വയ്യ. ഷീല പെട്ടെന്ന് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, വാ, നമുക്കൊപ്പം ചേരാം, ഭക്ഷണം കഴിക്കാം. ഏയ് ഷീല, ഞാൻ ഇപ്പൊ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഷീല എന്നെ വിളിച്ചത്. ഡസ്റ്റിൻ പ്ലീസ്, എനിക്ക് ഡസ്റ്റിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. ഭക്ഷണം കഴിച്ചെങ്കിലും സാരമില്ല, ഞങ്ങൾ അടുത്ത് വാ, ഒരു ചായ കുടിക്കാം. ഷീല അങ്ങനെ നിർബന്ധിച്ചപ്പോ ഡസ്റ്റിൻ ഷീലയ്ക്കൊപ്പം നടന്ന് ആ ടേബിളിനടുത്തെത്തി. ആ ടേബിളിന് ചുറ്റുമായി ഒത്തിരിയേറെ ചെറുപ്പക്കാരികൾ ഇരിക്കുകയാണ്. ഷീല ഡസ്റ്റിനെ ഒരു സീറ്റിൽ ഇരുത്തിയിട്ട് തൊട്ട് അടുത്തുള്ള സീറ്റിൽ ഷീല ഇരുന്നു. ഷീല വളരെ താല്പര്യപൂർവ്വം ഡസ്റ്റിനെ അടുത്ത് പിടിച്ചിരുത്തുന്നത് വല്ലാത്തൊരു അമ്പരപ്പോടെയും കൗതുകത്തോടെയാണ് പലരും കാണുന്നത്. ലേശം ഈർഷ്യ ചിലർക്കൊക്കെ തോന്നിയിട്ടുമുണ്ട്. ഷീല മറേ മിൽസ്ബർഗിലെ ട്രമൻഡസ് സ്ത്രീയിൽ ഒന്നായ മറേ കുടുംബത്തിന്റെ ക്രിസ്റ്റഫർ മറയുടെ ചെറുമകളാണ്. മറേ കുടുംബത്തിന്റെ അധികാരത്തെക്കുറിച്ചും മറേ കുടുംബത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും മിൽസ്ബർഗിൽ ആരോടും പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള മറേ കുടുംബത്തിലെ ഷീല ഒരു ചെറുപ്പക്കാരനോട് വളരെ വളരെ അടുപ്പത്തോടെ പെരുമാറുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ അവിടെ പതിയും. ഷീല ഇരുന്നതും അവൾ ഡസ്റ്റിൻ റൈസിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഇത് എന്റെ സുഹൃത്ത് ഡസ്റ്റിൻ റൈസ് ആണ്. ഡസ്റ്റിനാണ് എന്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയത്. നേരത്തെ വിവിയനോട് ഡസ്റ്റിനെ കുറിച്ച് പറഞ്ഞ അതേ കഥ ഷീല ആ ടേബിളിന് ചുറ്റുമിരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്. അത് കേട്ടതും ഷീലയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജാക്ക് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഹാർവർഡ് ആണോ അതോ ഇനി ഓക്സ്ഫോർഡ് ആണോ? ഏയ്, ഞാൻ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ല. യൂണിവേഴ്സിറ്റി പോയിട്ടില്ലെന്നോ? പിന്നെ നിങ്ങൾ ഡോക്ടറാണെന്ന് ഷീല പറഞ്ഞു. ഞാൻ ഈ പാരമ്പര്യ വൈദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പാരമ്പര്യ വൈദ്യവും അതൊരു തട്ടിപ്പ് പരിപാടിയല്ലേ? ജാക്ക് അങ്ങനെ ചോദിച്ചതും വിവിയൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഇവാൻസും ഒക്കെ പെട്ടെന്ന് ആ വിഷയത്തെ പിടിച്ച് സംസാരിച്ചു തുടങ്ങി. അതെ, പാരമ്പര്യ വൈദ്യം തട്ടിപ്പാണെന്ന് ആർക്കാ അറിഞ്ഞുകൂടാത്തത്? ആരെങ്കിലും ഈ കാലത്ത് പാരമ്പര്യ വൈദ്യം വരെ കാണാൻ പോകും? ഷീലയുടെ കൂട്ടുകാർ പെട്ടെന്ന് ഡസ്റ്റിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു തുടങ്ങിയതും ഷീല അവരോട് പറഞ്ഞു,
പറയും പോലൊന്നും അല്ല. ഡസ്റ്റിൻ ആക്ച്വലി ഒരു മിറാക്കിൾ ഡോക്ടറാണ്. ഡസ്റ്റിന് ഏത് അസുഖവും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓഹോ, മിസ്റ്റർ ഡസ്റ്റിന് അങ്ങനെയുള്ള കഴിവുണ്ടോ? ഡസ്റ്റിൻ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ് അസുഖം ഒന്ന് പറഞ്ഞേ. ജാക്ക് വളരെ കൗതുകപൂർവ്വം ഡസ്റ്റിനെ നോക്കി ആ ചോദ്യം ചോദിച്ചതും ഡസ്റ്റിൻ ജാക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജാക്കിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിലായി കൂടെ കൂടെ ജലദോഷം വരുന്നുണ്ടല്ലേ? ഡസ്റ്റിന്റെ ചോദ്യം കേട്ടപ്പോ ജാക്കിന്റെ മുഖത്ത് ഒരു കൗതുകം. നിങ്ങള് അസ്വാഭാവികമായി വിയർക്കുന്ന ഒരു സമയമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അസഹ്യമായ ബാക്ക് പെയിൻ ഉണ്ടല്ലേ? മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കിയ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു മങ്ങലുണ്ട്. നിങ്ങൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന കാണാം. നിങ്ങൾ എന്തായി പറയുന്നത്? സുഹൃത്തെ, നിങ്ങളുടെ ബോഡിയിൽ ഒരു വിളർച്ചയും കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ലക്ഷണമാണ്. എന്ത് ലക്ഷണം? നിങ്ങളുടെ കിഡ്നി തകരാറിലാണ്. കിഡ്നി തകരാറിലാണെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? അതെ, നിങ്ങളുടെ കിഡ്നി തകരാറിലാണ്. ഡസ്റ്റിൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ചപ്പോ ആ കുട്ടികളൊക്കെ കൗതുകത്തോടെ ഡസ്റ്റിൻ നോക്കിയിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇതുപോലെ പറയാൻ ആർക്കും പറ്റും, ചുമ്മാ പറഞ്ഞപ്പോരെ, അനന്ത തെളിവ്? ജാക്കും ഉടനെ ആ ചോദ്യമാണ് ചോദിച്ചത്. ഡസ്റ്റിൻ, എനിക്ക് കിഡ്നി തകരാറുണ്ടെന്ന് എന്നോടങ്ങ് പറഞ്ഞാൽ ഞാനങ്ങ് വിശ്വസിക്കുമെന്നാണോ? നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ പൊക്കിളിന്റെ 3 ഇഞ്ച് താഴെ ഇടതുവശത്ത് മാറി ഒന്ന് പ്രസ് ചെയ്തേ. ഡസ്റ്റിൻ പറഞ്ഞനുസരിച്ച് ജാക്ക് ഒന്ന് പ്രസ് ചെയ്തു. ഇനി പൊക്കിളിന് 1 ഇഞ്ച് മുകളിൽ ഒന്ന് പ്രസ് ചെയ്തേ, മറ്റേ കൈ കൊണ്ട്. 2 കൈ കൊണ്ട് ഇപ്പോ ജാക്ക് ആ 2 പോയിന്റിലും പ്രസ് ചെയ്തു. 1 മിനിറ്റ് ഒന്ന് കാര്യമായി പ്രസ് ചെയ്തേ. ജാക്ക് അങ്ങനെ പ്രസ് ചെയ്തതും പെട്ടെന്ന് ഒരു ശബ്ദം. ജാക്കിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് അവരെ കസേരന്ന് പുറകോട്ട് മാറി. ജാക്ക് ഇരിക്കുന്ന ഭാഗത്ത് താഴെ വെള്ളം വീഴുകയാണ്. ഒരു സ്മെല്ലും ഉണ്ട്. അമ്പരപ്പോടെ ആ കുട്ടികൾ താഴേക്ക് നോക്കുമ്പോൾ ജാക്കിന്റെ പാൻസിൽ കൂടി മൂത്രം ഏറ്റിട്ട് താഴെ വീഴുകയാണ്. സുന്ദരനായ ആ ചെറുപ്പക്കാരൻ ജാക്ക് ആ പെൺകുട്ടികളുടെ ഇടയിൽ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയതുപോലെയായി. ജാക്ക് ചാടി എണീറ്റ് 2 കൈകൊണ്ടും പാൻസ് പൊത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. ആ എൻറ്റയർ സ്റ്റുഡൻസും ഏതാണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. ഡസ്റ്റിൻ ജാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത്. ഡസ്റ്റിൻ അയാളെ തൊട്ടില്ല എന്നുള്ള കാര്യം അവരൊക്കെ കണ്ടു. ഡസ്റ്റിൻ പറഞ്ഞതുപോലെ ജാക്ക് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രം. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പിള്ളേർ അമ്പരപ്പോടെ ഡസ്റ്റിൻ നോക്കുമ്പോൾ ഷീല ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇതെന്താ സംഭവം? അയാൾ എന്താ ഡസ്റ്റിൻ ചെയ്ത്? ഞാനൊന്നും ചെയ്തില്ല. അയാളുടെ കിഡ്നി ശരിക്കും വീക്കാണ്. അതുകൊണ്ട് അയാളുടെ ബ്ലാഡർ നിറഞ്ഞപ്പോ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോയത്. ഡസ്റ്റിൻ ആ വിരൽ ഉപയോഗിച്ച് അവന്റെ ബോഡിയിൽ ഒന്ന് പ്രസ് ചെയ്യിപ്പിച്ചപ്പോ ബ്ലാഡറിൽ കെട്ടി നിന്ന മൂത്രം തറയിലേക്ക് പോയതാണ്. ഡസ്റ്റിൻ അങ്ങനെ ചെയ്തതിൽ ആ സദസ്സിലെ പലർക്കും ശരിക്കും ഒരു അമർഷമുണ്ട്. ടേബിളിന്റെ അടിഭാഗമൊക്കെ വെയിറ്റേഴ്സ് വന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോ വീണ്ടും ടേബിളിന് ചുറ്റുമായി എല്ലാവരും ഇരുന്നു. ജാക്ക് അങ്ങോട്ട് വരുന്നതേ ഇല്ല. അവർ ജാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വിവിയൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ജാക്കിനെ കബളിപ്പിച്ചതുപോലെ എന്നെ കബളിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എനിക്കെന്താണ് അസുഖം പറയാൻ പറ്റുമോ? ഷീലയുടെ അടുത്താണ് വിവിയൻ ഇരിക്കുന്നത്. ഡസ്റ്റിൻ വിവിയൻ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് അവളോട് പറഞ്ഞു, നിനക്ക് ശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് നീ എന്നോട് സംസാരിച്ചു തുടങ്ങിയ ആ നിമിഷം മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. എനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വിവിയൻ ഉടൻ തന്നെ ഡസ്റ്റിനോട് തർക്കിക്കുകയാണ്. നിങ്ങളുടെ ഈ ശ്വാസമെടുപ്പിൽ ശരിക്കും പ്രശ്നമുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ മുഖത്ത് ഒരു വല്ലാത്ത വിളർച്ച കാണുകയാണ്. ആ വിളർച്ച നിങ്ങളുടെ വിരലുകളിലും കാണാം. നിങ്ങളുടെ ജോയിന്റുകൾ ഏതാണ്ട് സ്റ്റിഫായി വരികയാണ്. നിങ്ങളുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ രക്തം എത്തുന്നില്ല എന്നതിന്റെ സർവ്വലക്ഷണവും നിങ്ങൾ കാണാനുണ്ട്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലങ്സിന് എന്തോ തകരാറുണ്ടെന്നാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ലങ്സിൽ ക്യാൻസറിന്റെ ആരംഭമാണ്. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് വിവിയനോടായി ഡസ്റ്റിൻ പറഞ്ഞത്. ഡസ്റ്റിൻ പറഞ്ഞത് കേട്ടതും വിവിയൻ ഏതാണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. എന്ത് അനാവശ്യം പറയാനായിട്ടുണ്ടോ മിസ്റ്റർ ഡസ്റ്റിൻ? ഞാൻ എല്ലാ 6 മാസം കൂടുമ്പോഴും എന്റെ ബോഡി ചെക്ക് ചെയ്യുന്നതാണ്. വിവിയൻ പറയുന്ന കാര്യം ആ കൂട്ടത്തിൽ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അവൾ ശരിക്കും ബോഡി കോൺഷ്യസ് ആണ്. ഹെൽത്ത് ചെക്കപ്പ് അവളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് കേട്ടതും ഡസ്റ്റിൻ അവളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്തായാലും നാളെ തന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ പ്രശ്നത്തിലാകും. ഡസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ കേട്ടതും വിവിയൻ ചാടി എണീറ്റു. ഡസ്റ്റിൻ, അനാവശ്യം പറയരുത്. വെറുതെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയുകയാണോ? പാരമ്പര്യ വൈദ്യമാണ് അത്ര. പാരമ്പര്യ വൈദ്യം ഒരു ചുക്കും അറിഞ്ഞുകൂടാതെ ആളുകളെ കബളിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഷീല, ഇയാള് തട്ടിപ്പുകാരനാണ്. ഷീല ഇയാളുടെ വലയിൽ വീഴാൻ പാടില്ല. വിവിയൻ അങ്ങനെ പറഞ്ഞതും വിവിയന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈവാൻ അത് ഏറ്റുപിടിച്ചു. അതെ ഷീല,
ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ്. ഷീലയുടെ കൂട്ടുകാരാണ് കൂടെ ഇരിക്കുന്ന എല്ലാവരും. അവരെല്ലാവരും ഡസ്റ്റിനെ തള്ളി പറഞ്ഞു തുടങ്ങിയപ്പോൾ ഡസ്റ്റിൻ ഷീലയോട് പറഞ്ഞു, ഷീല ഞാൻ ഇറങ്ങിയാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസത്തിൽ കാണാം. വിവിയനും ഇവാനും കൂടി ഡസ്റ്റിനെ നിർത്തി പൊരിക്കുന്നത് ഷീല വളരെ വിഷമത്തോടാണ് കണ്ടത്. ആ സമയത്താണ് ഷീലയോട് യാത്ര പറഞ്ഞ് ഡസ്റ്റിൻ പുറത്തേക്ക് പോകാൻ പോയത്. ഡസ്റ്റിൻ പെട്ടെന്ന് ആ ടേബിളിന്റെ അടുത്തുനിന്ന് നടന്നു തുടങ്ങിയതും ഷീല അവളുടെ സീറ്റിൽ നിന്ന് എണീറ്റു. സീറ്റിൽ നിന്ന് എണീറ്റ ഷീല ഡസ്റ്റിന് പുറകെ പോകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ വിവിയൻ ഷീലയുടെ കയ്യിലേക്ക് പിടിച്ചു. ഷീല എന്താ ഇത്? വിവിയൻ, ഡസ്റ്റിൻ പോവാണ്. ഡസ്റ്റിൻ പോട്ടെ, അനന്ത അല്ല, ഡസ്റ്റിൻ എന്റെ ലൈഫ് രക്ഷിച്ചത്. ഷീല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ ഡസ്റ്റിനെ സത്യത്തിൽ നിനക്ക് ഇഷ്ടമാണോ? വിവിയൻ ആ ചോദ്യം ചോദിച്ചതും ഷീലയുടെ മുഖം പെട്ടെന്ന് അങ്ങ് ചുവന്നു. എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ആ ചുവപ്പ് അവർക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. ചുവന്നുപോയ ഷീല വിവിയനോട് പറഞ്ഞു, അങ്ങനെയല്ല, ഡസ്റ്റിനാണ് എന്നെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്ക് ഡസ്റ്റിനോടൊരു അടുപ്പം ഉണ്ടാവും. അവൾ എത്ര ഒളിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്ക് ഡസ്റ്റിനോടുള്ള ഇഷ്ടം മുഖത്ത് പ്രതിഫലിച്ചപ്പോ വിവിയന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുകയായിരുന്ന ഇവാൻസിന് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് ഇവാൻസ് പറഞ്ഞു, അത് വിട്, നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട, ഡസ്റ്റിന്റെ വിഷയം ഇനി സംസാരിക്കേണ്ട എന്നാണ് ഇവാൻസ് പറഞ്ഞതിന്റെ സൂചന. അത് മനസ്സിലാക്കിയതും വിവിയൻ മേശപ്പുറത്തിരുന്ന വൈൻ കയ്യിലെടുത്തു. അവൾ ആ വൈൻ കയ്യിലെടുത്തിട്ട് എല്ലാവരോടായി പറഞ്ഞു, അതെ അതെ, ഒരു തട്ടിപ്പുകാരന്റെ കാര്യം പറഞ്ഞു നമ്മൾ ഇതിനാ തർക്കിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് വിവിയൻ ആ വൈൻ കുടിക്കാനായി ശ്രമിച്ച ആ നിമിഷത്തിലാണ് ഹാളിലേക്ക് മടങ്ങി വന്ന ഡസ്റ്റിൻ അവിടെ കയ്യിൽ ആഞ്ഞടിച്ചത്. ഡസ്റ്റിന്റെ അടിയേറ്റ് ആ ഗ്ലാസ് വിവിയന്റെ കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീണു. അവിടെ പൊട്ടിച്ചു തെറിയും. ഡസ്റ്റിൻ എന്തായി കാണിക്കുന്നേ? വിവിയന്റെ ആ ചോദ്യത്തിന് ഡസ്റ്റിന് മറുപടി ഉണ്ട്. ആ വൈനിൽ വിഷം കലർത്തിയിരിക്കുകയാണ്. ഡസ്റ്റിന് എന്താ പറഞ്ഞേ? ഷീല, നിങ്ങൾ കുടിക്കുന്ന വൈനിൽ വിഷം കലർത്തിയിരിക്കുകയാണ്. വൈൻ എല്ലാവരും അവരവരുടെ മേശപ്പുറത്തേക്ക് ഒഴിച്ചു വെച്ചതേ ഉള്ളൂ. ആദ്യത്തെ ഗ്ലാസ് കുടിക്കാനായി എടുത്തത് വിവിയനാണ്. വൈനിൽ വിഷം കലർത്തിയിരിക്കുന്നുവെന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഒരു വിറയൽ ആ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഉണ്ടായി. ഷീല അമ്പരപ്പോടെ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിന് ഇതെങ്ങനെ മനസ്സിലായി? ഷീല, ഞാനിവിടെ ഈ ടേബിളിനടുത്തിരിക്കുമ്പോൾ ഒരു വെയിറ്റർ ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ ഈ വൈൻ കുപ്പി പൊട്ടിച്ച് വൈൻ ഈ ഗ്ലാസ്സിൽ നിറയ്ക്കുമ്പോൾ അയാൾ പിന്നെയും എത്തി നോക്കുന്നത് എന്നെ ശ്രദ്ധയപ്പെട്ടു. ആ സമയത്ത് അയാളുടെ മുഖത്ത് ഒരു ആശ്വാസം ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴാണ് ഞാൻ പുറത്തേക്ക് നീങ്ങിയത്. ഞാൻ പുറത്ത് ചെല്ലുമ്പോൾ അയാൾ അവിടെ ഉണ്ട്. ഞാൻ അയാളെ പിടികൂടി അയാളുടെ ചോദിച്ചു തുടങ്ങിയതും അയാൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടം. ആ നിമിഷത്തിൽ അയാളുടെ പുറകെ ഓടാനായി ഞാൻ തിരിഞ്ഞപ്പോഴാണ് വിവിയൻ ആ വൈൻ ഗ്ലാസ് എടുക്കുന്ന ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ വേഗം അകത്തേക്ക് വന്നത്. ഡസ്റ്റിൻ പറഞ്ഞ കഥ ഒരു വല്ലാത്ത കഥയാണ്. ഡസ്റ്റിൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെന്നുള്ളതിന് എന്താണ് തെളിവ്? വിവിയന്റെ ആ ചോദ്യം ഡസ്റ്റിൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഡസ്റ്റിൻ പെട്ടെന്ന് അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സിൽവർ നീഡിൽ പുറത്തെടുത്തു. ആ സിൽവർ നീഡിൽ എടുത്ത ഡസ്റ്റിൻ അതിനുശേഷം ഷീലയുടെ മുമ്പിൽ ഇരിക്കുന്ന ആ വൈൻ ഗ്ലാസ് കയ്യിലെടുത്തു. ആ വൈൻ ഗ്ലാസ് എല്ലാവരും കാണുകയും ഇടത് കൈ പിടിച്ചിട്ട് ആ സിൽവർ നീഡിൽ ഡസ്റ്റിൻ ആ വൈൻ ഗ്ലാസ്സിലേക്ക് മുക്കി. അല്പനേരം ആ ഗ്ലാസ്സിനകത്ത് ആ നീഡിൽ മൂക്കി പിടിച്ചതിന് ശേഷം ഡസ്റ്റിൻ ആ നീഡിൽ പുറത്തെടുത്തപ്പോൾ അത് കറുത്ത് കരിവാളിച്ചിരിക്കുകയാണ്. ഒരു സിൽവർ നീഡിൽ അങ്ങനെ കറക്കണമെങ്കിൽ വൈനകത്ത് ഉറപ്പായും പോയിസൺ ഉണ്ടാകണം. ആ ധാരണ ആ കൂട്ടത്തിലെ എല്ലാവർക്കും ഉണ്ട്. ഡസ്റ്റിൻ റയസ് ജാക്കിനെ പരസ്യമായി അപമാനിച്ച വ്യക്തിയാണ്. വിവിയന് ലങ് ക്യാൻസർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തി ഇതാ വീണ്ടും ഒരു മാജിക് കാണിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഡസ്റ്റിൻ അവിടെ ഒരു ഹീറോ ആയി മാറുകയാണെന്ന് തോന്നൽ ഷീലയ്ക്ക് ഒപ്പമുള്ള ബോയ്സിനൊക്കെ ഉണ്ട്. അത് അനുവദിച്ചു കൊടുക്കാൻ അവർക്ക് ഒരു മടി. അതേ മടി ഷീലയുടെ കൂട്ടുകാരികൾക്കുമുണ്ട്. ആ കൂട്ടുകാരിൽ ഒരാൾ ഉറക്കെ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിങ്ങൾ കുറെ നേരമായി ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഈ വൈനിൽ നിങ്ങളല്ല വിഷം ചേർത്തതെന്ന് എന്താണ് ഉറപ്പ്? ഒരു വല്ലാത്ത ചോദ്യമാണ് ഷീലയുടെ കൂട്ടുകാരി ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേട്ടതും വിവിയൻ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, ഇയാള് പറയുന്നത് ഇയാള് ആ വെയിറ്ററെ കണ്ടുവെന്നും വെയിറ്ററോട് സംസാരിച്ചെന്നും വെയിറ്റർ ഓടിപ്പോയെന്നുമാണ്. അതിനെന്താ തെളിവ്? ഇത് ഇയാളുടെ ഒരു അടവാണ്. ഇവിടെ ഷീലയുമായി അടുപ്പം ഉണ്ടാക്കാൻ ഇയാളൊരു ഡ്രാമ കളിക്കുന്നതാണ്. നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. ഡസ്റ്റിൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഷീല പെട്ടെന്നാണ് തർക്കവുമായി ചാടി എണീക്കുന്നത്. ഷീലയുടെ തൊട്ടു മുന്നിൽ എണീറ്റ് നിൽക്കുന്ന വിവിയൻ ഷീലയ്ക്ക് മറുപടി പറയാൻ പോയപ്പോഴാണ് ഒരു വെടിയുടെ ശബ്ദം കേട്ടത്. കാത് തുളയ്ക്കുന്ന ആ വെടിശബ്ദം ആ ടേബിളിന് ചുറ്റുമിരിക്കുന്ന മുഴുവൻ ആളുകളും കേൾക്കുകയാണ്. അവർ മാത്രമല്ല, ആ റെസ്റ്റോറന്റിലെ പലരും കേട്ടു. അമ്പരപ്പോടെ വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ 5-6 ആളുകൾ കയ്യിൽ പിസ്റ്റളുമായി
അകത്തേക്ക് കയറുന്നതാണ് കാണുന്നത്. ഈ നിമിഷത്തിൽ വിവിയൻ അവളുടെ നെഞ്ചിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കുകയാണ്. അവളുടെ നെഞ്ചിൽ നിന്ന് ചോര പുറത്തേക്ക് വരികയാണ്. അവളുടെ നെഞ്ചിൽ നിന്ന് ചോര പുറത്തേക്ക് വരുന്നത് വിവിയൻ കണ്ട ആ നിമിഷത്തിൽ വിവിയന്റെ വാ ഇങ്ങനെ തുറന്നു വരുമ്പോ ഇവാൻ ഉറക്കെ വിളിച്ചു, ഏയ് എല്ലാവരും കുരിയ. കേൾക്കേണ്ട താമസം ആ എൻറ്റിയർ ടീമും കസരകളിൽ നിന്ന് തറയിലേക്ക് വീണു. അവർ തറയിലേക്ക് കുനിഞ്ഞ ആ നിമിഷത്തിൽ അകത്തേക്ക് കടന്നു വന്നിരുന്ന ആളുകൾ തുരുതുര നിറയൊഴിച്ചു തുടങ്ങി. ആരാണെന്നൊന്നും നോക്കാതെ ആ പിസ്റ്റളുമായി അകത്തേക്ക് വന്നവർ റെസ്റ്റോറന്റിനുള്ളിലേക്ക് നിറയൊഴിക്കുകയാണ്. ഭയന്നുപോയ ഷീലയും ഷീലയ്ക്കൊപ്പമുള്ള ആളുകളും ആ തറയിൽ അങ്ങനെ കുനിയുമ്പോൾ ഷീലയുടെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്ന ഇവാൻസ് തൊട്ടു മുന്നിലുള്ള ഒരു മേശ അതിശക്തമായി മുന്നോട്ട് തള്ളി. അയാൾ ആ ടേബിൾ എടുത്ത് എറിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ടേബിൾ ഏറ്റവും മുന്നേ വരികയായിരുന്ന ഒരാളുടെ പുറത്തിടിച്ച് അയാളെയും കൊണ്ട് പുറകോട്ട് മറിഞ്ഞപ്പോൾ അയാളുടെ തൊട്ടു പുറകെയുള്ള രണ്ടുപേരും കൂടി താഴേക്ക് വീണു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മേശ അവരുടെ പുറത്തു വന്ന് വീണത്. ആ നിമിഷത്തിൽ ആ ഗുണ്ടകൾ ഒന്ന് പതറുമ്പോൾ അവരുടെ തൊട്ടടുത്ത് ഇവാൻസ് എത്തിയിരുന്നു. ഇവാൻസ് ആ തറയിൽ വീണ ആ 3 ഗുണ്ടകളുടെ തൊട്ടു പുറകിൽ വന്ന 2 ഗുണ്ടകളെ ഇതിനിടയിൽ പിടികൂടിയിരുന്നു. ആ ഗുണ്ടകളുടെ തലകൾ പിടിച്ച് ഇവാൻസ് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയേറ്റ് അവർ താഴെ വീഴുമ്പോഴാണ് നേരത്തെ ആ മേശ ഇടിച്ച് താഴെ വീണ ആ 3 എണ്ണം എണീറ്റത്. ആ നിമിഷത്തിൽ ഇവാൻസ് ഒരു അത്ഭുത പ്രകടനമാണ് അവിടെ കാഴ്ചവെച്ചത്. കൃത്യം 1 മിനിറ്റ് അത്രേ ഇവാൻസ് എടുത്തുള്ളൂ. ആ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ 5 ഗുണ്ടകളും താഴെ വീണ് കിടക്കുകയാണ്. ശരിക്കും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവാൻസ്. ഇവാൻസിന്റെ ആ അമ്പരപ്പിക്കുന്ന പ്രകടനം ഷീലയ്ക്കൊപ്പമുള്ള മുഴുവൻ ആളുകളെയും തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഹേയ് ഇവാൻസ്, നീ ഒരു സംഭവം തന്നെ. നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ്. സത്യമായിട്ടും ഇവാൻസ് ഒരു വല്ലാത്ത പ്രകടനമാണ് അവിടെ നടത്തിയത്. സകലരും ഇവാൻസിനെ അങ്ങനെ അടിച്ചു പുകഴ്ത്തുമ്പോഴാണ് ഒരാള് അകത്തേക്ക് വന്നത്. നല്ല പൊക്കമുള്ള ഒരു മസിലുകാരനാണ് അകത്തേക്ക് വന്നത്. അയാൾ നടന്നു വരുന്നത് ഇവാൻസിന് നേരെയാണ്. ഏയ്, നീ എന്റെ ആളുകളെ തല്ലുവല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അയാൾ ഇവാൻസിന് നേരെ വന്നത്. ഇവാൻസിന് വരെ നടന്നു വരുന്ന ആ മസിൽമാനെ കണ്ട ഇവാൻസ് ഒന്ന് ചിരിച്ചു. അത് ശരി, തോക്കൊക്കെ വിട്ടിട്ട് ഇപ്പോ കൈയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവാൻസ് കൈ നിവർത്തിയാണ് ഒരൊറ്റ ഇടി. ചാടി ഉയർന്ന് ഇവാൻസ് അയാൾ ഇടിക്കുമ്പോൾ അയാൾ അതിനേക്കാൾ വേഗതയിൽ ഒന്ന് ഒഴിഞ്ഞ് ഇടത് കൈകൊണ്ട് ഇവാൻസിനെ കഴുത്തിലേക്ക് പിടിച്ചു. ഇവാൻസിനൊപ്പമുള്ള ആ കുട്ടികൾ ഞെട്ടിപ്പോകുന്നത് ആ നിമിഷത്തിലാണ്. ഇവാൻസിന്റെ കഴുത്തിലേക്ക് പിടിച്ച ആ മനുഷ്യൻ ഇവാൻസിനെ തറയിൽ ഇങ്ങനെ പതുക്കെ പോകും. നമ്മൾ പൂച്ചയെ എടുത്തു പൊക്കും പോലെ അയാൾ ഇവാൻസ് ഇങ്ങനെ പൊക്കി നിർത്തുകയാണ്. ഇവാൻസിനെ അയാൾ ഒരു കൈ കൊണ്ട് എടുത്തു പൊക്കിയപ്പോ ഇവാൻസിനൊപ്പമുള്ള ആ കുട്ടികളുടെ ശ്വാസം നിലച്ചതുപോലെയായി. 5 ആളുകളെ 1 മിനിറ്റ് കൊണ്ട് അടിച്ച് താഴെയിട്ട ഇവാൻസിനെയാണ് ആ മനുഷ്യൻ എടുത്തിതാ പൊക്കി നിർത്തിയിരിക്കുന്നത്. ഈ കാഴ്ചകളുടെ ഷീല മേശപ്പുറത്തിരിക്കായിരുന്ന ഫോർക്ക് വലിച്ചെടുത്ത് ആ മനുഷ്യനെ ആഞ്ഞു കുത്തുന്നു. ആ നിമിഷത്തിലാണ് ആ ഫോർക്ക് കൊണ്ട് ഷീല ആ മനുഷ്യനെ ആഞ്ഞു കുത്തിയെങ്കിലും ആ ഫോർക്ക് അങ്ങ് ഒടിഞ്ഞു. ആ ഫോർക്ക് അയാളുടെ പുറത്ത് ഒരു പരിക്കു ഏൽപ്പിച്ചില്ല. ഇടത് കൈ കൊണ്ട് ഇവാൻസിനെ പിടിച്ചിരിക്കുന്ന അയാൾ പെട്ടെന്നൊന്ന് തിരിഞ്ഞു. അയാൾ ഇപ്പോ ഷീലയുടെ തൊട്ടു മുന്നിലാണ്. ഇടത് കൈ കൊണ്ട് ഇവാൻസിനെ പിടിച്ചുകൊണ്ട് തന്നെ അയാൾ വലത് കൈ ഉയർത്തി ഷീലയെ ആഞ്ഞൊരൊറ്റയാടി. ഷീലയെ അയാൾ അടിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായതും ഷീലയുടെ കൂട്ടുകാരികൾ ഒന്നടങ്കം ഷീലയോട് വിളിച്ചു പറയുകയാണ്, ഷീല മാറിക്കോ. പക്ഷെ ഷീല ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. അതിന്റെ കാരണം അവൾ അയാളുടെ പുറത്ത് ആ ഫോർക്ക് കൊണ്ട് കുത്തിയപ്പോൾ ഫോർക്ക് ഒടിഞ്ഞു പോയതാണ്. ഷീലയ്ക്ക് മാത്രമാണ് യഥാർത്ഥ എന്താ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായത്. ഒരു മെറ്റലിന്റെ പുറത്ത് നമ്മള് ഒരു സ്റ്റീൽ കൊണ്ട് ഇടിക്കുമ്പോൾ ആ സ്റ്റീൽ ഒടിഞ്ഞു പോകുന്ന ആ ഫീലാണ് അയാളുടെ പുറത്ത് ആ ഫോർക്ക് കൊണ്ട് കുത്തിയപ്പോൾ ഷീലയ്ക്ക് അനുഭവപ്പെട്ടത്. ആ ധാരണ മനസ്സിലേക്ക് വന്നുകൊണ്ടാണ് ഷീല സ്തംഭിച്ചു പോയത്. ഷീലയുടെ പുറത്ത് അയാളുടെ കൈ പതിയുമെന്നായ ആ നിമിഷത്തിൽ പെട്ടെന്ന് അയാളുടെ കയ്യിൽ ഒരാൾ കയറി പിടിച്ചു. ഏയ് ഷീല വിട്ടേക്ക്, ഡസ്റ്റിനാണ് കൈ കയറി പിടിച്ചത്. ഇത് എന്റെ സുഹൃത്താണ്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും അയാൾ ഇവാൻസിനെ തറയിലേക്ക് എറിഞ്ഞിട്ട് ഡസ്റ്റിനെ കൈ വെടിവെച്ചിട്ട് 2 കൈ ഒന്ന് മുറുക്കുകയാണ്. ശരിക്കും ഒരു ഊർജം അയാളുടെ പുറത്തുണ്ടാകുന്നത് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഓറ അയാളുടെ പുറത്തുണ്ട്. നല്ല മസിൽമാനായ 6 അടിയോളം പൊക്കമുള്ള അയാൾ ഡസ്റ്റിനോട് പറഞ്ഞു, എന്റെ പുറത്ത് നീ കൈ വെക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ നിവർത്തി ഡസ്റ്റിന് ഒരു ഒറ്റ ഇടി. ഡസ്റ്റിനും ആ നിമിഷത്തിനെ തിരിച്ചൊരൊറ്റ ഇടി. ആ 2 കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിയ ആ നിമിഷത്തിൽ ഷീലയും കൂടെയുള്ള ആളുകളും അമ്പരപ്പോടെ ആ കാഴ്ച കണ്ടു. ഇവാൻസിനെ ഒറ്റ കൈയിൽ പിടിച്ചുയർത്തിയ ആ മനുഷ്യൻ അതാ പറന്നു പോവുകയാണ്. അയാളുടെ പുറകുവശത്തുള്ള ചുവരിൽ അയാൾ ചെന്ന് ഇടിക്കുന്നതും ആ ചുവര് പിളരുന്നതും ആ
ഭാഗത്തൊരു ദൂരം ഉണ്ടാകുന്നതും ആ ദൂരം വഴി അയാൾ ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതൊക്കെ ശരിക്കും ഒരു സിനിമയിലെ സ്ലോ മോഷൻ പോലെയാണ് അവർ കണ്ടത്. ആ റെസ്റ്റോറന്റിന്റെ മുന്നിലെ ചുവരിൽ ഒരു വലിയ ദൂരം വീഴ്ത്തിക്കൊണ്ടാണ് ആ കൂറ്റൻ മനുഷ്യൻ താഴേക്ക് പതിച്ചത്. താഴെ വീണ് കിടക്കുകയെന്ന ഇവാൻസ് വാ പൊളിച്ചാണ് ആ രംഗം കണ്ടത്. അയാളൊരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റാണ്. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അയാൾക്കറിയാം അയാളെ എതിരിട്ട വ്യക്തി ഒരു ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ആ ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റിനെ നിഷ്പ്രയാസം ഇടിച്ചു തെറിപ്പിച്ച ഡസൻ റൈസ് ഏറ്റവും മിനിമം ഒരു ഡിവൈൻ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ചിലപ്പോ അതിനും മുകളിലുള്ള ഒരാളായിരിക്കും. ആ ധാരണ ഇവാൻസിനുണ്ടായതും ഇവാൻസ് ഞെട്ടി എണീറ്റ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ, നിങ്ങൾ ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലേ? ഇവാൻസ് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ ഇവാൻസിനോട് പറഞ്ഞു, ഏയ് അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ തറയിൽ വീണ് കിടക്കുന്ന 2 ആളുകളുടെ അടുത്തേക്ക് വന്നു. അവര് വെടിയേറ്റ് വീണവരാണ്. ഷീലയുടെ ഗ്രൂപ്പുമായി ബന്ധമില്ലാത്ത 2 ആളുകളാണ് ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന മറ്റാളുകളിൽ കൂട്ടത്തിൽപ്പെട്ടവർ. അതിൽ ഒരാളുടെ അടുത്തേക്ക് കുനിഞ്ഞ ഡസ്റ്റിൻ വേഗം തന്നെ സിൽവർ നീഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ ശരീരത്തിലെ രക്തമൊഴുക്ക് നിർത്തുകയാണ്. അയാളുടെ രക്തമൊഴുക്ക് നിർത്തിയ ഡസ്റ്റിൻ ഷീലയോട് പറഞ്ഞു, ഷീല എന്തെങ്കിലും തുണിയെടുത്ത് അയാളുടെ മുറിവ് കെട്ട്. ഷീല ഡസ്റ്റിൻ പറഞ്ഞതുപോലെ ഒരു തുണി സംഘടിപ്പിച്ച് അയാളുടെ മുറിവ് കെട്ടാൻ തുടങ്ങിയതും ഡസ്റ്റിൻ അടുത്ത ആളുടെ അടുത്തേക്ക് വന്നു. ഈ സമയത്ത് തറയിൽ വീണ് കിടക്കുന്ന വിവിയൻ, ഡസ്റ്റിൻ ഇതെന്താ ചെയ്യുന്നത്? എന്നെ നോക്ക്, ഞാൻ വെടിയേറ്റ് വിളിരിക്കുകയാണ്. അവളുടെ നെഞ്ചിലൂടെയാണ് വെടിയുണ്ട കടന്നു പോയിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചികിത്സ ലഭിക്കേണ്ടത് അവൾക്കാണ്. അതുമാത്രമല്ല ഡസ്റ്റിൻ ഷീലയുടെ സുഹൃത്താണ്. ഷീലയുടെ സുഹൃത്താണ് വിവിയനും. അപ്പൊ വിവിയനെ അല്ലേ ഡസ്റ്റിൻ ആദ്യം സഹായിക്കേണ്ടത്? അതിനു പകരം തികച്ചും അപരിചിതരായ ആളുകളെ ഡസ്റ്റിൻ ചികിത്സിക്കുന്ന കണ്ടപ്പോ സ്വാഭാവികമായിട്ടും വിവിയൻ അങ്ങനെ ചോദിച്ചു പോയതാണ്. ഡസ്റ്റിൻ വിവിയനോട് പറഞ്ഞു, ഞാനേ ഒരു തട്ടിപ്പുകാരനായ പാരമ്പര്യ വൈദ്യനല്ലേ, അതുകൊണ്ട് തട്ടിപ്പുകാരൻ നിങ്ങളെ നോക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ വീണ്ടും തറയിൽ വീണ് കിടക്കുന്ന 2ാമത്തെ ആളെ ചികിത്സിച്ചു തുടങ്ങി. വിവിയനാണെങ്കിൽ ശരിക്കും ദേഷ്യം വരികയാണ്. പക്ഷേ ആ സമയത്ത് ഡസ്റ്റിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കാര്യമില്ലെന്ന് നമുക്കറിയാം. അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ സോറി, നിങ്ങൾ നല്ല വൈദ്യരാണ്, നിങ്ങളൊരു മിറാക്കിൾ ഡോക്ടറാണ്, നിങ്ങളെപ്പോലെ നല്ലൊരു ഡോക്ടർ വേറെ ആരുമില്ല, പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കും. ഡസ്റ്റിനോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ആ 2ാമത്തെ ആളെയും ട്രീറ്റ് ചെയ്തതിന് ശേഷം ഷീലയോട് പറഞ്ഞു, ഞാനിപ്പോ ഒരു മരുന്ന് കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ റെസ്റ്റോറന്റ് താഴെ ഇറങ്ങി അയാളുടെ കാറിൽ നിന്ന് കുറച്ച് മെഡിക്കൽ എയ്ഡ് സാധനങ്ങളുമായി മുകളിലേക്ക് വന്നു. ആ സാധനം അയാൾ വിവിന് നേരെ ഇട്ടുകൊടുത്തു. ഇതിനകത്ത് ബാൻഡേഡ് ഉണ്ട്. ആ ബാൻഡേഡ് ആ മുറിവിന് മുകളിൽ ഒന്ന് ഒട്ടിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ ഷീലയോട് പറഞ്ഞു, അവിടെ 2 വശത്തും ഒട്ടിക്കണേ. ശരിക്കും വിവിയനും കൂടുതലുള്ള ആളുകളും ഞെട്ടിപ്പോയ ഒരു ഡയലോഗാണ് ഡസ്റ്റിൻ പറഞ്ഞത്. വെടിയുണ്ട നെഞ്ചിൽ കൂടി കടന്നുപോയ ആ പെൺകുട്ടിയുടെ വെടിയുണ്ട കയറിയ ഭാഗത്തും ഇറങ്ങിപ്പോയ ഭാഗത്തും ബാൻഡേഡ് ഒട്ടിക്കാനാണ് ഡസ്റ്റിൻ പറഞ്ഞത്. അത് കേട്ട് ഞെട്ടിപ്പോയ വിവിയനും ഇവാൻസും ഒക്കെ അമ്പരം നിൽക്കുമ്പോൾ ഷീലയോടായി ഡസ്റ്റിൻ പറഞ്ഞു, വേഗം ആംബുലൻസ് വിളിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വിവിയന്റെ കാര്യത്തിൽ തനിക്ക് വേറൊന്നും ചെയ്യാനില്ല എന്ന് ഡസ്റ്റിൻ ഷീലയോട് പറയാതെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ വേഗം ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി. ഡസ്റ്റിൻ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങി ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് ഷീലയും കൂട്ടരും ഇരുന്ന ആ റെസ്റ്റോറന്റിന്റെ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് ആസ്പീഷ്യസ് റെസ്റ്റോറന്റ് എന്നുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിലെ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് ഒരു മനുഷ്യൻ കയറി വരികയാണ്. അയാളുടെ കൈ കൂടി ചോര കുടുകുട ഒലിക്കുന്നുണ്ട്. ചോര ഒലിപ്പിച്ച് അകത്തേക്ക് വന്ന ആളെ അവിടെ ആ മുറിയിൽ ഇരിക്കുന്ന ആള് കണ്ടതും അയാളോട് ചോദിച്ചു, എന്തു പറ്റി? സാർ, ഞാൻ പരാജയപ്പെടുന്നു. എങ്ങനെ? സാർ, ഞങ്ങൾ ആക്രമണം തുടങ്ങിയപ്പോൾ ശക്തനായ ഒരാൾ അവിടേക്ക് കടന്നു വന്ന് അയാൾ ഞങ്ങളെ തോപ്പിച്ചു സാർ. ഒരു അസാസിൻ അറ്റംപ്റ്റ് കൃത്യമായി ചെയ്യാൻ പറ്റാത്തത് നീയൊക്കെ എന്തിനാണോ ഈ മിഷന്റെ ഭാഗമാകുന്നത്? അതുപോട്ടെ, നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്തു? എന്നെ ആരും ഫോളോ ചെയ്തിട്ടില്ല. ഹലോ, അങ്ങനെ പറയാൻ വരട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ റൈസ് അകത്തേക്ക് വന്നു. ഡസ്റ്റിനുമായി ഏറ്റുമുട്ടിയ ആ ആചാരബാഹു ഡസ്റ്റിനെ കണ്ടപ്പോ ശരിക്കും ഒന്ന് വിറയ്ക്കുകയാണ്. അയാൾ ഞെട്ടിപ്പോയി എന്ന് പറയാം. ഭയം അയാളുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. ഒറ്റ ഇടിക്ക് ചുവരിലൂടെ അയാളെ പുറത്തേക്ക് തള്ളിയ ആ ആളുടെ ശക്തിയെക്കുറിച്ച് അയാളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഭയന്ന് വിറയ്ക്കുന്ന അയാളെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിൻ ആ മുറിയിലിരിക്കുന്ന ആളെ നോക്കിയതും മുറിയിലിരിക്കുന്ന ആളും ഡസ്റ്റിനെ കണ്ടു. 2 പേരും അമ്പരപ്പോടെ മുഖത്തോട് നോക്കുകയാണ്. ഈ സമയത്ത് മുറിയിരിക്കുന്ന ആള് ആ ആചാരബാഹുവിനോട് പറഞ്ഞു, സാംബു നീ പൊയ്ക്കോ. സാംബു ഉടൻ തന്നെ മുറിക്ക് പുറത്തിറങ്ങി. സാംബു മുറിക്ക് പുറത്തിറങ്ങിയതും ആ മുറിയിലിരിക്കുന്ന ആള് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. സാം ഫ്രാങ്ക്ലിൻ, താങ്കളാണോ ഇതിന്റെ പിന്നിൽ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഡസ്റ്റിൻ അയാളുടെ അടുത്തേക്ക് വന്നു.
ഡസ്റ്റിൻ സാം ഫ്രാങ്ക്ലിന്റെ നേരെ എതിരെയുള്ള കസേരയിൽ ഇരുന്നതും ഡസ്റ്റിൻ സാം ഫ്രാങ്ക്ലിനോട് ചോദിച്ചു, ഷീലയെ കൊല്ലാനുള്ള അസാസിൻ അറ്റംപ്റ്റ് നിങ്ങൾ എന്തിനാ ഏറ്റെടുത്തത്? ഡസ്റ്റിൻ അറിയാമല്ലോ, പ്രതിഫലം കിട്ടിയാൽ ഏത് കാര്യവും ചെയ്യുന്നതാണ് എന്റെ ജോലിയെന്ന്. അതെനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആരാ നിങ്ങൾക്ക് ഷീലയെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകിയത്? ഡസ്റ്റിൻ, പ്ലീസ് അത് മാത്രം എന്നോട് ചോദിക്കരുത്, ഞാൻ അത് പറയാൻ പാടില്ല. അങ്ങനെ അയാൾ പറഞ്ഞത് ഡസ്റ്റിൻ 2 കൈയും എടുത്ത് മേശപ്പുറത്ത് പതുക്കെ ഇങ്ങനെ വെച്ചു. ആ കൈ ഇങ്ങനെ വെക്കുമ്പോ തന്നെ സാം ഫ്രാങ്ക്ലിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ ഡസ്റ്റിനെ സത്യത്തിൽ അഭിനന്ദിക്കാൻ ഇരിക്കുകയായിരുന്നു. ഡസ്റ്റിൻ അഗസ്റ്റസ് ക്ലൈനെ പരാജയപ്പെടുത്തിയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഓഹോ, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ? അപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ നിങ്ങളുടെ പുറത്ത് കൈവയ്ക്കും മുമ്പ് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ? ഡസ്റ്റിൻ, പ്ലീസ്, ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് പറയാത്തത്. പക്ഷെ ഞാൻ ഡസ്റ്റിന് മറ്റൊരു വിവരം തരാം. മറ്റൊരു വിവരം എന്താണത്? അത് സർ പോൾ ഹില്ലിനെ കൊന്ന ആളെ കുറിച്ചുള്ള വിവരമാണ്. പോൾ ഹില്ലിനെ കൊന്ന ആളെ കുറിച്ചുള്ള വിവരം. എന്ത് വിവരമാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ഡസ്റ്റിൻ, അയാളെ കൊന്നത് ഷാഡോ സ്ലെയറിലെ ഡിമിത്രി ഗോൺസാലസ് ആണ്. ഷാഡോ സ്ലെയറിലെ ഡിമിത്രി ഗോൺസാലസോ? അത് ഡസ്റ്റിൻ, അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. അയാൾ കുറെ വർഷങ്ങളായിട്ട് ഈ ബെല്ലാർമ മേഖലയിലുണ്ട്. അയാളാണ് പോൾ ഹില്ലിനെ കൊലപ്പെടുത്തിയത്. ഏയ് സാം, സർ പോളിനെ അങ്ങനെ ഒരാൾക്ക് കൊലപ്പെടുത്താൻ അത്ര എളുപ്പമല്ലല്ലോ. ഡസൻ പറഞ്ഞ ശരിയാണ്. സർ പോളിനെ കൊലപ്പെടുത്താൻ പുറത്തുനിന്നുള്ള ഒരാൾക്ക് പറ്റില്ല, പക്ഷേ അകത്തുനിന്നുള്ള ആൾക്ക് പറ്റുമല്ലോ. ഏയ് സാം, താങ്കൾ എന്താ പറയുന്നത്? അത് ഡസൻ, ഹിൽ കുടുംബത്തിലെ ആരുടെയൊക്കെയോ സപ്പോർട്ടോട് കൂടിയാണ് ഈ കാര്യം ഗോൺസാലവസ് ചെയ്തിരിക്കുന്നത്. ഷാഡോ സ്ലെയർ ഡ്രാഗൺ മാർഷൽ രാജ്യവുമായി എപ്പോഴും ഉടക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ ചാര സംഘടനയാണ്. ആ ചാര സംഘടനയിലെ ഒരാള് ഡ്രാഗൺ മാർഷിന്റെ സദേൺ മേഖലയായ ബലോർമയിലേക്ക് കടന്ന് അവിടത്തെ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർമാരിൽ ഒരാളായ പോൾ ഹില്ലിനെ കൊലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അനവധി ആളുകളുടെ സഹായം വേണം. ആ സഹായം ഷാഡോ സ്ലെയറിലെ ഡിമിത്രി ഗോൺസാൽവസിന് ലഭിച്ചിരിക്കുന്നത് ഹിൽ കുടുംബത്തിന് അകത്ത് തന്നെയാണെന്നാണ് സാം പറയുന്നത്. സാം ഫ്രാങ്ക്ലിൻ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഡസൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഡസൻ അമ്പരപ്പോടെ സാമിനോട് ചോദിച്ചു, ഏയ് ആരായാൾ? ഡസൻ, അതെനിക്കറിയത്തില്ല, പക്ഷേ ഉറപ്പായിട്ടും ഒരു കാര്യം ഞാൻ പറയാം. അത് സർ പോളിന്റെ 4 മക്കളിൽ ഒരാളാകാം, അല്ലെങ്കിൽ സർ പോളുമായി ഏറ്റവും അടുപ്പമുള്ള ഹിൽ കുടുംബത്തിലെ ആരെങ്കിലും ആകാം. സർ പോളുമായി നല്ല അടുപ്പമുള്ള ഒരാൾക്ക് മാത്രമേ ആ കാര്യം ചെയ്യാൻ കഴിയൂവെന്ന് സാം ഫ്രാങ്ക്ലിൻ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ്. ഏയ് സാം, അത് ആരാണെന്ന് എങ്ങനെ അറിയും? ഡസ്റ്റിൻ, ഒരു കളി കളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് സാം ഫ്രാങ്ക്ലിൻ അയാളുടെ മുൻവശത്തിരിക്കുന്ന ചായയിൽ വിരൽ നോക്കി ചില കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് എഴുതി കാണിച്ചു. ഡസൻ സാം ഫ്രാങ്ക്ലിൻ എഴുതുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സാം ഫ്രാങ്ക്ലിന് തോന്നിയ ഒരു ഐഡിയ സാം ഫ്രാങ്ക്ലിൻ ആ മേശപ്പുറത്ത് ഡസ്റ്റിന് എഴുതി കാണിച്ചതാണ്. സാം ഫ്രാങ്ക്ലിൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡസ്റ്റിൻ സാം ഫ്രാങ്ക്ലിനോട് താങ്ക്സ് പറഞ്ഞിട്ട് എണീറ്റ് ആ നിമിഷത്തിൽ ഡസ്റ്റിന്റെ ഇടുപ്പിൽ നിന്ന് ഒരു കത്തി ആ മേശപ്പുറത്തേക്ക് വീണു. ആ കത്തി മേശപ്പുറത്ത് വീഴുമ്പോൾ അത് മേശപ്പുറത്ത് കുത്തി നിൽക്കുകയാണ്. ആ കാഴ്ച സാം ഫ്രാങ്ക്ലിനെ ഒന്ന് ഞെട്ടിപ്പിച്ചു എന്ന് പറയാം. ഭയത്തോടെ ആ കത്തിയിലേക്കും ഡസ്റ്റിനിലേക്കും സാം ഫ്രാങ്ക്ലിൻ നോക്കിയതും ഡസൻ സാം ഫ്രാങ്ക്ലിനോട് പറഞ്ഞു, ഏയ് സാം, ഇനി പറ, ഷീലയെ കൊല്ലാനുള്ള കൊട്ടേഷൻ ആരാ കൊടുത്തത്? ഡസൻ, സത്യമായിട്ടും ഞാനത് പറയാൻ പാടില്ല, പക്ഷേ ഡസൻ ചോദിച്ചുകൊണ്ട് ഞാനൊരു ക്ലൂ തരാം. ആ വ്യക്തി ക്രിസ്റ്റഫർ മറയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് മറേ കുടുംബത്തിൽ എത്തും. ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഇപ്പോ സാം ഫ്രാങ്ക്ലിൻ ഡസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. ഷീല മറയുടെ ഗ്രാൻഡ് ഫാദർ ക്രിസ്റ്റഫർ മറയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വരാൻ പോവുകയാണ്. അന്ന് ആ കൊലയാളിയും അവിടെ എത്തും. അത് കേട്ടതും സാം ഫ്രാങ്ക്ലിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഡസൻ നടന്നു തുടങ്ങിയപ്പോ സാം ഫ്രാങ്ക്ലിൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ, ഈ കത്തി? അത് ഞാൻ നിനക്ക് പ്രസന്റ് ആയിട്ട് നൽകിയതല്ലേ, അത് സൂക്ഷിച്ചു, ഉപയോഗപ്പെടും. അത് കേട്ടപ്പോ സാം ഫ്രാങ്ക്ലിന് ഒരു സന്തോഷം. സാം ഫ്രാങ്ക്ലിൻ ഉടൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസൻ, എന്ത് വിവരം അറിഞ്ഞാലും ഞാൻ ഉറപ്പായും ഡസ്റ്റിനെ അറിയിക്കാം. ഡസൻ ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് സാമിന്റെ അടുത്തുനിന്ന് സഫേർ ലോഡ്ജിൽ മടങ്ങിയെത്തുന്നത്. സഫേർ ലോഡ്ജിൽ മടങ്ങിയെത്തിയ ഡസ്റ്റിൻ ആ നിമിഷത്തിൽ തന്നെ കിരിൻ ഗാങ് അംഗങ്ങളൊക്കെ തിരിച്ചു വിളിക്കുകയാണ്. സർ പോൾ ഹില്ലിനെ കൊന്നത് ആരെന്ന് കണ്ടുപിടിക്കാനായി കിരിൻ ഗാങ്ങിലെ അംഗങ്ങളെ മിൽസ്ബർഗിലും ചുറ്റുപാടുമായി വിന്യസിച്ചിരിക്കുകയായിരുന്നു. അവരെ മുഴുവൻ ഡസൻ തിരിച്ചു വിളിച്ചു. അവരെയൊക്കെ തിരിച്ചു വിളിച്ച ഡസൻ ശരിക്കും ആഹ്ലാദത്തോടെ സഫേർ ലോഡ്ജിൽ അങ്ങനെ കഴിയുമ്പോൾ ഹിൽ കുടുംബത്തിൽ ആട്ടമിനടുത്ത് ഈ കാര്യം ചില ആളുകൾ റിപ്പോർട്ട് ചെയ്തു. സർ ഓട്ടം, ആ കിരൺ ഗാങ്ങിലെ ആളുകൾ സകല തിരച്ചിലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഡസ്റ്റിനും കൂട്ടരൊക്കെ ശരിക്കും ആഹ്ലാദത്തിലാണെന്നോ
നീ എന്താ ഈ പറയുന്നത്? അതേ സർ, ആട്ടം ഞങ്ങൾ കൃത്യമായി വെരിഫൈ ചെയ്തിട്ടാണ് പറയുന്നത്. അത് ശരിക്കും ആഹ്ലാദത്തിലാണ്. അവിടെ പാർട്ടികളൊക്കെ നടക്കുകയാണ്. ഏയ്, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി 3 ദിവസം കൂടിയല്ലേ ഡസ്റ്റിനുള്ളൂ. ഈ 3 ദിവസത്തിനകം ഡസ്റ്റിൻ കൊലയാളിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അയാൾ പ്രതിയായി മുദ്രകുത്തപ്പെടില്ലേ? അയാൾ കൊല്ലപ്പെടില്ലേ? സാർ, അവിടെയാണ് എനിക്കൊരു സംശയം. സാർ, ഞാൻ രഹസ്യമായി ചില കാര്യങ്ങളൊക്കെ തിരക്കിപ്പോ എനിക്ക് ഒരു വിവരം കിട്ടി. എന്ത് വിവരമാണ് നിനക്ക് കിട്ടിയത്? സാർ, അവർക്ക് കൊലയാളിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏയ്, നീ എന്തായി പറയുന്നത്? കൊലയാളിയെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കിട്ടിയെന്നോ? അതെ സാർ. സാർ, പോളിനെ കൊന്ന ആള് ആരാണെന്ന് അവർ കണ്ടെത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന്റെ സന്തോഷമാണ് ആ കിരൺ ഗ്യാങ്ങിൽ കാണുന്നത്. ഓട്ടത്തിന് ആ കേട്ട കാര്യം അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളുടെ ആ ചാരനോട് പറഞ്ഞു, ഓക്കെ, നീ നിന്റെ ആളുകളോട് ഇന്നും കൂടി അവരെ നിരീക്ഷിക്കാൻ പറയാം. ശരിക്കും കേട്ട കാര്യം സത്യമാണെന്ന് ഉറപ്പുവരുത്ത്. അങ്ങനെ ഓട്ടം നിർദ്ദേശം കൊടുത്തതും ഹിൽ കുടുംബത്തിലെ ഷാഡോ ഗാർഡുകളുടെ ഭാഗമായ ആ വ്യക്തി അപ്പൊ തന്നെ അവിടെ നിന്ന് മറഞ്ഞു. അയാളും അയാളുടെ ടീമംഗങ്ങളും കിരൺ ഗ്യാങ്ങിനെ രഹസ്യമായി നിരീക്ഷിക്കുകയാണ്. 6ാമത്തെ ദിവസം രാവിലെ ആയപ്പോ അയാൾ ഓട്ടമിന് റിപ്പോർട്ട് ചെയ്തു, സാർ, ഞങ്ങൾ തിരക്കി കഴിഞ്ഞു. അവരുടെ കയ്യിൽ ആ തെളിവുണ്ട്. ഏയ്, അത് അപകടമാണ്. ആ തെളിവ് അതെന്താണെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം. ആട്ടം പെട്ടെന്ന് തന്നെ ഷാഡോ ഗാർഡിന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾ ഇന്ന് രാത്രി ആ സഫേ ലോഡ്ജിൽ കയറണം. അവിടെ എവിടെയാണ് ഈ രഹസ്യം ഇരിക്കുന്നതെന്ന് അറിയാവോ? സർ, അവിടെ ഹാൾ ഓഫ് ഹീറോസ് എന്നുള്ള ഒരു മുറിയുണ്ട്. ഒരു വലിയ ഹാളാണ്. നെൽസനെയും കൂട്ടരെയൊക്കെ ആ ഹാളിലാണ് അടക്കിയത്. അവിടെ എപ്പോഴും ഗാർഡുകളുണ്ട്. ആ ഗാർഡുകൾ സൂക്ഷിക്കുന്ന ആ ഹാൾ ഓഫ് ഹീറോസിനകത്ത് ഒരുപാട് സീക്രട്ട് ചേംബറുകളുണ്ട്. ആ ചേംബറുകളിൽ ഏതിലോ ഒന്നിലാണ് ഈ രഹസ്യം സൂക്ഷിച്ചിരിക്കുന്നത്. ഹിൽ കുടുംബത്തിലെ ഷാഡോ ഗാർഡുകൾ അതിപ്രഗത്ഭരായ ആളുകളെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കുവാൻ അവർക്ക് ഒട്ടും ബുദ്ധിമുട്ട് വന്നില്ല എന്നാണ് സത്യം. അവന്മാർ പറഞ്ഞ കാര്യം കേട്ടതും ഓട്ടം ആ ഷാഡോ ഗാർഡിന്റെ തലവനോട് പറഞ്ഞു, ഓക്കെ, ഇന്ന് രാത്രി ആ തെളിവ് അതെന്താണെങ്കിലും അവിടുന്ന് പോക്കണം. രാത്രി ഏകദേശം ഒരു 11 മണിയായേക്കാണ്. 10 അംഗ ഷാഡോ ഗാർഡുകളുടെ ടീം സഫേ ലോഡ്ജിന് സമീപമെത്തി. സഫേ ലോഡ്ജിന് ചുറ്റുമായി ഡസൻ റൈസിന്റെ ടീം അംഗങ്ങൾ റോന്തു ചുറ്റുന്നുണ്ട്. ആ ലോഡ്ജിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ നിരീക്ഷിക്കാനായി വളരെ ശക്തമായ നിരീക്ഷണ സംവിധാനമാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ആ ഗാർഡുകൾ ആ സഫേ ലോഡ്ജിന് ചുറ്റുമായി അങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ തന്നെ ആ 10 അംഗ ടീം അകത്തേക്ക് കടന്നു. സഫേ ലോഡ്ജിലെ കാവൽക്കാരെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് ആ 10 അംഗ ടീമിലെ ഓരോരുത്തരായി സാവധാനം സഫേ ലോഡ്ജിനകത്തേക്ക് അടക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ടീം ഹാൾ ഓഫ് ഹീറോസിന് സമീപമെത്തി. ഹാൾ ഓഫ് ഹീറോസ് എന്ന് വിളിക്കുന്ന ആ വലിയ ഹാളിന്റെ വാതിലിന് അപ്പുറവും ഇപ്പുറവുമായി 4 പേർ കാവൽ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ഷാഡോ ഗാർഡുകളുടെ കൂട്ടത്തിലെ ഒരാൾ ഒരു ചെറിയ ബോള് സാവധാനം അവിടെ ഇങ്ങനെ ഉരുട്ടി വിട്ടു. ആ ബോള് ഉരുണ്ടു തുടങ്ങിയപ്പോൾ അതിൽ നിന്നൊരു പുക പുറത്തേക്ക് വരികയാണ്. ആ പുക ഓർഡർലെസ്സും കളർലെസ്സുമാണ്. മണമില്ലാത്ത, നിറമില്ലാത്ത ആ പുക ആ ബോൾ ചലിക്കുന്ന അനുസരിച്ച് ബോളിനൊപ്പം ആ ഹാൾ ഓഫ് ഹീറോസിന്റെ വാതിൽ നേരെ ഉരുണ്ടെത്തിയതും അവിടെ കാവൽ നിൽക്കുകയായിരുന്ന ആ 4 പേരും താഴേക്ക് വീഴുന്ന ഒരേ നിമിഷത്തിലാണ്. ഏതാനും സെക്കൻഡ് നേരം ആ ബോളിൽ നിന്നുള്ള പുക ആ കൂട്ടർ ശ്വസിച്ചതേ ഉള്ളൂ. അവർ താഴേക്ക് വീണു. അവരെ താഴേക്ക് വീണതും പ്രത്യേക മാസ്ക് ധരിച്ച ആ 10 അംഗ ടീം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവർ ഹാൾ ഓഫ് ഹീറോസിന്റെ ആ മുറിയിലേക്ക് കടന്നു. ആ മുറിയിൽ പരിശോധന തുടങ്ങിയ ആ ടീം വെറും 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഉദ്ദേശിച്ച ചേംബർ കണ്ടുപിടിച്ചു. ആ ചേംബർ നിഷ്പ്രയാസമാണ് അവർ തുറന്നത്. ആ ചേംബർ തുറന്നപ്പോൾ അതിനകത്ത് ഒരു കവർ, അവർ പ്രതീക്ഷിച്ച കവറാണ് അതിനകത്തിരിക്കുന്നത്. ആ കവർ കണ്ടതും ആ കവർ അവർ കരസ്ഥമാക്കുകയും ചേംബർ അടയ്ക്കുകയും അതിവേഗം പുറത്തിറങ്ങുകയും ചെയ്തു. അടുത്ത 1 മിനിറ്റിനകം അവർ സഫേ ലോഡ്ജിൽ നിന്ന് പുറത്തെത്തി കഴിഞ്ഞു. സഫേ ലോഡ്ജിൽ നിന്ന് ആ 10 അംഗ ടീം ആ കവറുമായി പുറത്തേക്ക് നീങ്ങുമ്പോൾ ടെറസിന്റെ മുകളിൽ നിൽക്കുന്ന ഡസൻ റൈസിനോടായി കോൺലീസ് പറഞ്ഞു, സർ റൈസ്, അങ്ങയുടെ പ്രഡിക്ഷൻ കൃത്യമായിരിക്കുകയാണ്. അവര് വന്ന് അത് കണ്ടു, അതെടുത്തു. സർ റൈസ്, സത്യമായിട്ടും യഥാർത്ഥ പ്രതി നാളെ രംഗത്ത് വരില്ലേ? ഡസൻ റൈസിനോട് കോൺലീസ് ആ ചോദ്യം ചോദിച്ചപ്പോ ഡസൻ കോൺലീസ് നേരെ തിരിഞ്ഞു. കോൺലീസ്, നാളെ ആ യഥാർത്ഥ പ്രതി രംഗത്ത് വന്നില്ലെങ്കിൽ കോൺലീസിന് നാളെ ഒരുപാട് പണിയാവും. നാളെ കോൺലീസ് എന്റെ ശവസംസ്കാരം നടത്തേണ്ടി വരും. ഡസൻ റൈസ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം പറഞ്ഞപ്പോ ഒരു വിറയൽ കോൺലീസിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്. നാളെ ആ പ്രതി വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് കോൺലീസിന് നന്നായിട്ട് അറിയാം. കോൺലീസും ഡസ്റ്റിനും അങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ 2 പേരും അതിവേഗം ടെറസിൽ താഴേക്ക് ഇറങ്ങുകയാണ്. അവർക്ക് ഇനിയും ആ രാത്രിയിൽ
കുറേയേറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ടെന്ന് അർത്ഥം. ഏകദേശം ഒരു 10-30 മിനിറ്റ് കഴിഞ്ഞ് കാണും. ഈ സമയത്ത് ആ ഷാഡോ ഗാർഡുകളുടെ തലവൻ ഒരു കവറുമായി ഓട്ടത്തിന്റെ അടുത്തെത്തി. ആ കവർ കണ്ടതും ഓട്ടം അതിവേഗം കവർ പൊട്ടിച്ചു. അതിനകത്ത് ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ എന്തോ എഴുതിയിട്ടുണ്ട്. തെളിവ് ഡെഡ് ബോഡിയിലാണ് ഉള്ളത്. സിമ്പിൾ വാചകമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സർ പോൾ ഹില്ലിനെ കൊന്നത് ആരെന്ന് തെളിയിക്കാനുള്ള തെളിവ് സർ പോളിന്റെ ഡെഡ് ബോഡിയിൽ ഉണ്ടെന്നാണ് സൂചന. അത് വായിച്ച് ഓട്ടം അമ്പരപ്പോടെ മുന്നിൽ നിൽക്കുന്ന ഷാഡോ ഗാർഡിനെ നോക്കി അയാൾ ചോദിച്ചു, ഏയ് ഇതെന്താ പറയുന്നത്? ഓട്ടത്തിന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓട്ടം പോൾ ഹില്ലിന്റെ ബോഡി സൂക്ഷ്മമായി പരിശോധിച്ചതാണ്. അതിനകത്ത് ഒരു തെളിവും ഇല്ലെന്ന് അയാൾക്ക് അറിയാം. ഇനി അയാൾ കാണാതെ പോയ എന്തെങ്കിലും തെളിവുണ്ടോ? ആ ഒരു സംശയമാണ് ഓട്ടത്തിന്റെ മനസ്സിലേക്ക് വന്നത്. ഓട്ടം മുന്നിൽ നിൽക്കുന്ന ഷാഡോ ഗാർഡിനോട് പറഞ്ഞു, ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ടീമിനെ അറേഞ്ച് ചെയ്യും, നമുക്ക് ഇപ്പൊ തന്നെ സർ പോളിന്റെ ആ കല്ലറിലേക്ക് പോകണം. കൃത്യം ഒരു 30 മിനിറ്റൂടെ കഴിഞ്ഞാണ് സർ പോൾ ഹില്ലിനെ അടക്കിയിരിക്കുന്ന ശവക്കല്ലറയുടെ അടുത്ത് ഓട്ടമും കുറച്ച് ആളുകളുമുണ്ട്. ആ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഓട്ടം നിൽക്കുകയാണ്. അതിവേഗമാണ് പണികൾ നടക്കുന്നത്. ആ ഇരുട്ടത്ത് അധികം ശബ്ദമുണ്ടാക്കാതെ സർ പോൾ ഹില്ലിനെ അടക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അവർ കുഴിച്ചു തുടങ്ങിയാണ്. അവിടെ കല്ലറ നിർമ്മിച്ചിട്ടില്ല. കല്ലറ നിർമ്മിക്കുന്നത് നാളെ പ്രതി ആരെന്ന് അറിഞ്ഞതിന് ശേഷം നടക്കുന്ന വിപുലമായ ചടങ്ങിൽ വെച്ചാണ്. അത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ആ ടീം അത്യുത്സാഹത്തോടെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ പെട്ടി കാണാം. പോൾ ഹില്ലിന്റെ ഡെഡ് ബോഡി അടക്കം ചെയ്ത ആ ശവപ്പെട്ടി വളരെ വ്യക്തമായിട്ട് തന്നെ അവർക്ക് കാണാം. ആ ശവപ്പെട്ടി എന്നുള്ള മണ്ണൊക്കെ മാറ്റി ആ ടീം ആ പെട്ടി അവിടുന്ന് പൊക്കിയെടുത്തു. അവർ അതിനെ കരയിലേക്ക് വെച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓട്ടം ഉടൻ തന്നെ ആ പെട്ടിയുടെ അടുത്ത് വന്നു. ഓട്ടം ആ പെട്ടിയുടെ മൂടി തുറന്നു. ആ പെട്ടിക്കകത്ത് ശാന്തനായി ഉറങ്ങുന്ന പോൾ ഹില്ലിനെ ഇപ്പൊ വ്യക്തമായി കാണാം. നേരത്തേക്ക് നമ്മൾ കാണുന്ന പോലുള്ള ആ പോൾ ഹില്ലല്ല ഉള്ളത്. ഇപ്പോ ആകെ വിളറി വെളുത്ത് രക്തശവയില്ലാത്ത പോൾ ഹില്ലാണെന്ന് മാത്രം. പോൾ ഹില്ലിന്റെ ദേഹം മുഴുവൻ ഓട്ടം പരിശോധിച്ചു തുടങ്ങിയാണ്. ഓട്ടം പോൾ ഹില്ലിന്റെ കഴുത്തിലും ദേഹത്തും ഒക്കെ പരിശോധിക്കുകയാണ്. സകല സ്ഥലവും അരിച്ചു പറക്കുകയാണ്. ഒരു തവണയല്ല, അയാൾ 4 തവണ പോൾ ഹില്ലിനെ നന്നായി പരിശോധിച്ചു. പോൾ ഹില്ലിന്റെ ശരീരത്തിൽ അയാൾ പ്രതീക്ഷിച്ച ഒന്നും കാണാനില്ല. പോൾ ഹില്ലിനെ ആരാണ് കൊന്നതെന്ന് തെളിയിക്കുന്ന തെളിവ് ആ ബോഡിയിൽ ഉണ്ടെന്നാണ് കത്തിൽ സൂചിപ്പിച്ചത്. പക്ഷെ ആ തെളിവ് എന്താണെന്ന് മാത്രം അവിടെ കാണുന്നില്ല. സംശയത്തോടെ ഓട്ടം വീണ്ടും പോൾ ഹില്ലിന്റെ ആ ബോഡി ഒന്ന് തൊട്ടതും പെട്ടെന്നാണ് ഓട്ടത്തിന്റെ പുറത്ത് ഒരു കൈ തൊട്ടത്. ആ രാത്രിയിൽ മുന്നിലുള്ള ഡെഡ് ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടം ഹില്ലിന്റെ പുറത്ത് ആരോ സ്പർശിച്ചതറിഞ്ഞതും ഓട്ടം ഞെട്ടി എണീക്കുകയാണ്. അവൻ ആകെ പേടിച്ചു പോയെന്ന് പറയാം. അമ്പരപ്പോടെ അയാൾ അലറി വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ഭയന്നുപോയ ഓട്ടം തിരിയുമ്പോൾ ഒരു വെള്ള രൂപമാണ് പുറകിൽ നിൽക്കുന്നത്. ആ രൂപത്തെ അമ്പരപ്പോടെ ഭയന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഓട്ടത്തിന് ആ രൂപത്തിന് തിരിച്ചറിയാൻ പറ്റി. അത് സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ഡസൻ, നീ എന്താ ഇവിടെ? സർ ഓട്ടം, നിങ്ങള് ഒരു വല്ലാത്ത കക്ഷിയല്ലേ. സ്വന്തം അച്ഛനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് രാത്രി ആ ബോഡിയിൽ നിങ്ങൾ എന്തെടുക്കുക? ഡസന്റെ ചോദ്യം കേട്ട ഓട്ടം ഒന്ന് ചൂടി. ഏയ് ഡസൻ, നീ എന്താ പറഞ്ഞേ? ഞാൻ എന്റെ അച്ഛനെ കൊന്നു. അതെ, നിങ്ങൾ തന്നെയാണ് സർ പോളിനെ കൊന്നത്. അതിന്റെ തെളിവൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കേട്ടതും ഓട്ടം ചുറ്റും നോക്കി. അയാളുടെ കൂടെ ആ കുഴി കുഴിക്കാനും മറ്റുമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവരെയാണ് അയാൾ നോക്കിയത്. പക്ഷെ അവരെയൊന്നും അവിടെ കാണാനില്ല. ഭയന്നുപോയ ഓട്ടം, ഏയ് ആരവിടെ? ഏയ് എവിടെ നിങ്ങൾ? അങ്ങനെ ചോദിച്ചതും ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്നു. അയാളുടെ കയ്യിൽ 2 തലയുണ്ട്. ഹിൽ കുടുംബത്തിലെ അതിശക്തരായ ഷാഡോ ഗാർഡുകളിൽ ഏറ്റവും ശക്തരെന്ന് വിശേഷിപ്പിക്കുന്ന 2 പേരുടെ തലകളാണ് ഇപ്പോൾ ഇതാ ഒരാൾ പിടിച്ചുകൊണ്ട് വരുന്നത്. മിസ്റ്റർ ഓട്ടം, ഈ ആളുകളെയാണോ നിങ്ങൾ തിരക്കുന്നത്? വന്നത് സാക്ഷാൽ കോർലിയസ് ആണ്. കോർലിയസിന്റെ കയ്യിലുള്ള ആ തലകളിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുകയാണ്. ബാക്കിയുള്ള ഷാഡോ ഗാർഡുകൾക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് ഓട്ടത്തിന് ആ നിമിഷം മനസ്സിലായി. വിരണ്ടുപോയ ഓട്ടം ഡസ്റ്റനോട് പറഞ്ഞു, ഡസൻ പ്ലീസ് ചതിക്കരുത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പൊസിഷനിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഡസൻ എന്നോടൊപ്പം നിൽക്കാമെങ്കിൽ ഞാൻ ഡസൻ എന്ത് തരാം? ഓട്ടം, നിങ്ങൾ എനിക്ക് എന്ത് തരും? ഡസൻ, ഈ ഹിൽ കുടുംബത്തിന്റെ സ്വത്തിനെ കുറിച്ച് ഡസന് വല്ല പിടിയുണ്ടോ? ഞങ്ങളെ ട്രമൻഡസ് സ്ത്രീയിൽ പെടുത്തിയിരിക്കുന്നത് വെറുതെ അല്ല. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ട്. ഞാൻ പകുതി സ്വത്തും ഡസന് തരാം. ഡസൻ എന്നോടൊപ്പം നിന്നാൽ നമുക്ക് ഈ ബെലോർമ മേഖലയിലെ ഏറ്റവും ശക്തമായ സംഭവമാവാം. സർ ഓട്ടം, അതെങ്ങനെ ശരിയാവും? ഞാനാണ് സർ പോളിനെ കൊന്നല്ലേ ഇപ്പൊ പറയുന്നത്. ഡസ്റ്റിൻ, അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമുക്ക് അതിനൊക്കെ ആളിറക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആളിറക്കാം. അവര് കുറ്റം ഏറ്റോളൂ. ഏയ് സർ ഓട്ടം, എന്നാലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ എന്തിനാ കൊന്നത്? ഡസ്റ്റിൻ, ഞാൻ പിന്നെ എന്താ ചെയ്യുക? അച്ഛൻ എത്ര നാളായി ഈ ഹിൽ കുടുംബത്തിന്റെ തലപ്പത്ത് കയറിയിരിക്കുന്നു.
ഒന്ന് ഇറങ്ങി തരണ്ടേ? എനിക്ക് എത്ര വയസ്സായി എന്നാ വിചാരിക്കുന്നത്? അദ്ദേഹം ഈ പൊസിഷനിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അദ്ദേഹം ഇറങ്ങാതെ ഞാൻ എങ്ങനെ അധികാരത്തിൽ വരും? ഓട്ടൻ ചോദിക്കുന്നത് കൃത്യമായ ചോദ്യമാണ്. പോൾ ഹിൽ കുടുംബത്തിന്റെ അധികാരം മുഴുവൻ കയ്യിൽ വെച്ചിരിക്കുകയാണ്. മക്കൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഡസൻ സത്യം പറയാലോ, സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാനിത് ചെയ്തത്. അച്ഛൻ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അധികാരം ഹാൻഡ് ഓവർ ചെയ്യേണ്ടതല്ലേ? അദ്ദേഹം അത് ചെയ്യാതെ മുഴുവൻ അടക്കി ഭരിച്ചാൽ ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഡസൻ നൈസും ഓട്ടോ തമ്മിലുള്ള സംഭാഷണം അങ്ങനെ നടക്കുകയാണ്. പിറ്റേന്ന് നേരം പുലർന്നപ്പോ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആളുകൾ സഫയർ ലോഡ്ജിന് മുന്നിലേക്ക് ഒഴുകി വരികയാണ്. ആദ്യം എത്തിയവരുടെ കൂട്ടത്തിൽ ആ സന്യാസിനി സമൂഹമുണ്ട്. എഡിത്തും ബ്രിജിത്തും നിക്കിയും ജലീറ്റയും തുടങ്ങിയ ആ സന്യാസി സമൂഹം. അവർ ഡസിന്റെ വീഴ്ച കാണാൻ എത്തിയിരിക്കുകയാണ്. ബലോർമ മേഖലയിലെ പല പ്രമുഖ കുടുംബങ്ങളിലെയും ആളുകൾ എത്തുന്നുണ്ട്. ഹിൽ കുടുംബത്തിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ എത്തിയിരിക്കുന്നത്. അതുപോലെ റൊണാൾഡ് റീഡ്സ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പമുള്ള ബലോർമ ആർട്സിലെ ആളുകളൊക്കെ എത്തിയിരിക്കുകയാണ്. ഗ്ലെൻസ്റ്റഡിനെ പ്രതികരിച്ചുകൊണ്ട് കോൺട്രാഡും അയാളുടെ കൂടെ ഒരു ടീമും എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിയായപ്പോൾ തന്നെ ഒരു വൻ സമൂഹം ആ ലോഡ്ജിന് മുന്നിൽ തടിച്ചുകൂടി കഴിഞ്ഞു. എല്ലാം കിടിലൻ കക്ഷികളാണ്. ഇന്നാണ് ഡസൻ റൈസിന്റെ വിധി നടപ്പാക്കാൻ പോകുന്നത്. ഡസൻ റൈസ് ബലോർമ മേഖലയിൽ ഒരു തരംഗമായി മാറിയിരിക്കുന്ന സമയമാണ്. ബലോർമയിലെ അതിശക്തനായ അഗസ്റ്റിസ് ക്ലൈൻ എന്ന ഗ്രാൻഡ് മാസ്റ്ററെ ഇടിച്ച് കൊന്ന ഡസ്റ്റിൻ അതിശക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. പോൾ ഹില്ലിന്റെ കൊലപാതകി വേറെ ആളാണെന്ന് തെളിയിക്കാൻ ഡസ്റ്റിന് കിട്ടിയിരിക്കുന്ന സമയം രാവിലെ അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. സ്പ്രിങ്ങും ടോർബനും ഒക്കെ സ്ഥലത്തുണ്ട്. എല്ലാവരും എത്തിയതും ഡസൻ റൈസ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡസൻ റൈസിനൊപ്പം കോർലിയസ് ഉണ്ട്. സകലരും ഡസൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ റൊണാൾഡ് റീഡ്സ് ഡസനോട് ചോദിച്ചു, ഡസൻ ഇന്ന് സമയം അവസാനിക്കുകയാണ്. കൊലപാതകം നടത്തിയത് ഡസൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡസന് സമയം ഇപ്പൊ അവസാനിക്കും. ഡസൻ ആർ യു റെഡി? യെസ് സർ, ഞാൻ റെഡിയാണ്. ഡസൻ ആരാണ് യഥാർത്ഥ കൊലപാതകി എന്ന് ഡസൻ ഇപ്പൊ പറയാൻ പറ്റുമോ? സർ, ആളെ ഞങ്ങൾ പിടികൂടി, അയാളെ ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞതും സഫയർ ലോഡ്ജിനകത്ത് നിന്ന് കിരൺ ഗ്യാങ്ങിലെ 2 ആളുകൾ ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നു. അയാളുടെ മുഖം മൂടിയിരിക്കുകയാണ്. ആ സന്യാസിനി സമൂഹത്തിലെ ആളുകൾക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാഴ്ചയാണ് അവർ ആദ്യമേ കാണുന്നത്. ഡസ്റ്റിന് കൊലപാതകയെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അവർ യഥാർത്ഥത്തിൽ കരുതുന്നത്. അവർ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇതാ ഒരാളെ ഡസൻ രംഗത്ത് അവതരിപ്പിക്കുന്നത്. അത് കണ്ടപ്പോ കോൺട്രാഡിനും ഒക്കെ ഒരു വല്ലാത്ത വിഷമമുണ്ട്. എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ ഡസൻ ആ മനുഷ്യന്റെ മുഖംമൂടി അങ്ങ് മാറ്റി. മുഖംമൂടി മാറ്റിയതും ശരിക്കും ഒരു വലിയ ബഹളം അവിടെ ഉണ്ടാവുകയാണ്. അവരൊക്കെ കാണുന്നത് കൊല്ലപ്പെട്ട പോൾ ഹില്ലിന്റെ മകൻ സാക്ഷാൽ ഓട്ടം ഹില്ലിനെയാണ്. ഡസൻ എന്താ ഇത്? സ്പ്രിങ് ആണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചത്. റൊണാൾഡ് റീഡ്സും ഏതാണ്ട് ഞെട്ടി നിൽക്കുകയാണ്. റൊണാൾഡ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ ഇത് ഓട്ടമല്ലേ? ഇതെന്തായി കാണിക്കുന്നത്? സർ റീഡ്സ്, ഈ ഓട്ടമാണ് പോൾ ഹില്ലിനെ കൊന്നത്. ഹേയ് ഡസൻ എന്താ പറയുന്നത്? അങ്ങനെ റീഡ്സ് ചോദിച്ചതും ഓട്ടം പെട്ടെന്ന് എല്ലാവരോടും പറഞ്ഞു, ഹലോ, ഈ ഡസൻ വെറുതെ പറയുന്നതാണ്, നുണ പറയുന്നതാണ്. സത്യമായിട്ടും ഞാനല്ല കൊന്നത്. ഡസൻ എന്നെ തല്ലി ഈ പരുവത്തിലാക്കിയിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഓട്ടം ഹിൽ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് ഒരു ഓളം കൂടി ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു ആരവം ഉണ്ടായെന്ന് പറയാം. ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ആ ടീമും ഹിൽ കുടുംബത്തിലെ ആളുകളും ഒന്നിച്ച് ഉറക്കെ വിളിക്കാണ്, ഡസൻ കള്ളത്തരം കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അവരുടെ ആക്രോശങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഡസൻ റൊണാൾഡ് റീഡ്സിനോട് ചോദിച്ചു, സാർ, ഒരു അച്ഛനെ മകൻ കൊന്നാൽ എന്താണ് ശിക്ഷ? ഡസൻ ചോദിക്കാനുണ്ടോ? മരണശിക്ഷയാണ് കൊടുക്കേണ്ടത്. സർ ഉറപ്പാണല്ലോ? അതെ, ഉറപ്പാണ്. റൊണാൾഡ് റീഡ്സ് അങ്ങനെ പറഞ്ഞതും ഡസന്റെ ഇടത് കൈയിലെ വാള് ഒന്ന് ചലിക്കുകയാണ്. അടുത്ത് നിന്നിരുന്ന ഓട്ടത്തിന്റെ കഴുത്തിലൂടെ ആ വാളൻ കടന്നുപോയി. ശ്വാസം നിലച്ചു പോകുന്ന ഒരു നിമിഷം. ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ആ തടിച്ചു കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഞെട്ടലോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. ഓട്ടത്തിന്റെ തല കഴുത്തിൽ നിന്ന് അറ്റ് ഇതാ താഴേക്ക് വീഴുന്നു. ഞെട്ടിപ്പോയ ടോർബൻ ഏതാണ്ട് അലറുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് അവൻ കണ്ടത്. അവന്റെ അച്ഛന്റെ തല ഇതാ അരിഞ്ഞ് താഴെ വീഴ്ത്തിയിരിക്കുന്നു. എന്താ ഇത് ചെയ്തത്? സ്പ്രിങ് ഏതാണ്ട് അലറുകയാണ്. ഡസൻ! ആ അലർച്ച ഹിൽ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആവർത്തിക്കുകയാണ്. റൊണാൾഡ് റീഡ്സ് ഏതാണ്ട് സ്തംഭിച്ചതുപോലെയായി. ദേഷ്യം റൊണാൾഡിന്റെ മുഖത്ത് ഇരച്ചു കയറുന്നത് വിസിബിൾ ആണ്. സർ റൊണാൾഡ് റീഡ്സ് ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ആ ദേഷ്യം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇരച്ചു കയറുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പുറത്തുനിന്ന് പതുക്കെ പതുക്കെ ഒരു ഊർജ്ജ പ്രസാരണം ഉണ്ടാവുകയാണ്. അയാളുടെ പുറത്ത് ഒരു വലയം ഇങ്ങനെ രൂപം കൊള്ളുന്നത് വിസിബിൾ ആണ്. അത് കണ്ട ഡസ്റ്റിൻ റൊണാൾഡ് റീഡ്സിനെ ഒന്ന് നോക്കുന്നു. റൊണാൾഡ് റീഡ്സ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്തായി കാണിച്ചത്? സ്പ്രിങ്ങും ആ ചോദ്യമാ ചോദിക്കുന്നത്. നീ ആദ്യം എന്റെ അച്ഛനെ കൊന്നു, ഇപ്പോ എന്റെ സഹോദരനെ കൊന്നു. നീ
എന്താണ് ഈ കാണിക്കുന്നത്? ആ ചോദ്യം ആളുകൾ ആവർത്തിച്ചപ്പോ ഡസ്റ്റിൻ റൊണാൾഡ് റീഡ്സിനോടായി പറഞ്ഞു, സർ, അങ്ങല്ലേ പറഞ്ഞത് പിതാവിനെ കൊന്ന ആൾക്ക് മരണശിക്ഷയാണ് കൊടുക്കേണ്ടത്? അതെ, അത് ഞാനാ പറഞ്ഞത്. പക്ഷെ ഇവിടെ ആട്ടത്തിനെ കൊല്ലാൻ എന്താണ് കാരണം? സർ, ഓട്ടമാണ് സർ പോളിനെ കൊന്നത്. ഡസ്റ്റിൻ പറയുന്നില്ല, അതെന്താ തെളിവ്? അത് പറയുമ്പോ റൊണാൾഡോ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ട്. അത് കണ്ട ഡസ്റ്റിൻ റൊണാൾഡോട് പറഞ്ഞു, സർ, തെളിവുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ കോൺലിയസിനെ നോക്കിയതും കോൺലിയസ് പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു സിഗ്നൽ കൊടുത്തു. ആ നിമിഷത്തിൽ ആ സഫയർ ലോഡ്ജിൽ പെട്ടെന്ന് ഒരു സ്ക്രീൻ താഴേക്ക് ഒഴുകി വീഴുകയാണ്. നേരത്തെ തന്നെ അവരത് റെഡിയാക്കി വെച്ചിരുന്നു അർത്ഥം. ഒരു വെള്ള സ്ക്രീൻ. ആ സ്ക്രീനിലേക്ക് പെട്ടെന്നാണ് ഒരു പ്രൊജക്ഷൻ ഉണ്ടായത്. ഒരു പ്രൊജക്ടർ അവിടെ ഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സ്ക്രീൻ സകലർക്കും വിസിബിൾ ആണ്. ആ സ്ക്രീനിൽ ഇപ്പോ ഒരു കാഴ്ച എല്ലാവർക്കും കാണാം. ഒരു സെമിത്തേരിക്ക് സമീപത്ത് ഓട്ടം ഹിൽ നിൽക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. ഓട്ടം ഹിൽ മാത്രമല്ല, വേറെ ചില ആളുകളൊക്കെ ഉണ്ട്. ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച ആ സ്ക്രീനിലൂടെ കാണുമ്പോൾ ഓഡിയോ വളരെ വളരെ വ്യക്തമായി കേൾക്കാം. ഓട്ടം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സർ പോളിന്റെ ബോഡി അടക്കം ചെയ്ത സ്ഥലം കുഴിക്കുന്നതും അതിനുശേഷം ആ ശവപ്പെട്ടി പുറത്തെടുക്കുന്നതൊക്കെ വിസിബിൾ ആണ്. ആ ശവപ്പെട്ടി പുറത്തെടുക്കുന്നതും ആ ശവപ്പെട്ടി തുറക്കുന്നതും ഓട്ടം ആ ബോഡിയിൽ തലങ്ങും വിലങ്ങും പരിശോധിക്കുന്നതൊക്കെ കണ്ട ചോർബിൻ കണ്ണുപിടിച്ച് നിൽക്കുകയാണ്. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന്റെ അച്ഛന് ഈ ശൈലിയിൽ ഒരു മുഖമുണ്ടായിരുന്നെന്ന് അവൻ ആദ്യമായി അറിയുന്നത്. അമ്പരപ്പടെ സകലരും ആ കാഴ്ച കാണുമ്പോഴാണ് ഡസ്റ്റിൻ റൈസ് ആ രംഗത്ത് വരുന്നതും ഡസ്റ്റിനോട് ആട്ടം അയാളാണ് പോളിനെ കൊന്നെന്ന കാര്യം സമ്മതിക്കുന്നത്. സർ പോൾ ഹില്ലിനെ കൊന്നത് സ്വന്തം മകനായ ഓട്ടം ഹില്ലാണെന്ന് നിസ്സംശയം തെളിയിക്കുന്ന തെളിവുകളാണ് ഡസ്റ്റിൻ റൈസ് അവിടെ അവതരിപ്പിച്ചത്. ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ഡസ്റ്റിൻ റൈസിനെ നോക്കി എടുത്ത് പാർക്ക് ചോദിച്ചു, ഡസ്റ്റിൻ, ഈ ഓട്ടം അത്ര ശക്തനല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഓട്ടം ഒരു സാധാരണ വ്യക്തിയാണ്. പോൾ ഹിൽ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഒരിക്കലും ഒരു സാധാരണ വ്യക്തിക്ക് പറ്റില്ല. അതുകൊണ്ട് ഓട്ടമാണ് കൊന്നതെന്ന് ഓട്ടം പറഞ്ഞതായി ഇവിടെ കാണിച്ചാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മാഡം എടുത്തു പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ പോൾ ഹില്ലിനെ കൊന്നത് ഷാഡോ സ്ലെയറിലെ ഡിമിത്രി ഗോൺസാൽവസ് ആണ്. ഡിമിത്രി ഗോൺസാൽവസോ? അതെ, ഡിമിത്രി ഗോൺസാൽവസ്. അയാളൊരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ആ ഡിമിത്രി ഗോൺസാൽവസിന് സർ പോളിനെ കൊല്ലാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് ആട്ടമാണെന്ന് മാത്രം. കഥ കുറച്ചുകൂടി വ്യക്തമാവുകയാണ്. റൊണാൾഡ് റീഡ്സ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇത് ശരിക്കും അവിശ്വസനീയമായിരിക്കുകയാണല്ലോ. സർ റീഡ്സ്, ഇതല്ല അവിശ്വസനീയത. ഈ മുഴുവൻ കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോഴാണ് അങ്ങ് ശരിക്കും ഞെട്ടുക. ഡസ്റ്റിൻ എന്താ ഉദ്ദേശിക്കുന്നത്? സർ റീഡ്സ്, യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് മറ്റൊരാളാണ്. മറ്റൊരാളോ? സർ, അതെ സർ, മറ്റൊരാളാണ്. അയാൾ പക്ഷെ ഇവിടെ ഉണ്ട്. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോ എല്ലാ മുഖത്തും ഒരു അമ്പരപ്പ് ഒരുകയാണ്. ഈ സകല ക്രൈമിന്റെ പിന്നിലുള്ള വ്യക്തി അവിടെ ഉണ്ടെന്നാണ് ഡസ്റ്റിൻ പറയുന്നത്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും സകലരും അമ്പരം നിൽക്കുമ്പോൾ ഡസ്റ്റിന്റെ കൈ സ്പ്രിങ്ങിന് നേരെ വന്നു. സർ, ഈ സ്പ്രിംഗ് ഹില്ലാണ് സകല സംഭവങ്ങളുടെ പിന്നിലുള്ളത്. ഡസ്റ്റിന്റെ ആരോപണം കേട്ടപ്പോ ഒന്ന് ഞെട്ടിയെങ്കിലും സ്പ്രിംഗ് പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ ആദ്യം എന്റെ അച്ഛനെ കൊന്നു, രണ്ടാമത് എന്റെ അനുജനെ കൊന്നു, ഇപ്പോ ഞാനാണ് കുറ്റവാളിയെന്ന് നീ ആരോപിക്കുകയാണ്. നീ എന്താ ഈ ഹിൽ കുടുംബത്തെ ഇങ്ങ് തുറച്ചു നിൽക്കാന്ന് കരുതിയിരിക്കുകയാണ്? സ്പ്രിങ്ങിന്റെ ആ ചോദ്യം ഹിൽ കുടുംബത്തിലെ ബാക്കി ആളുകൾക്കും ഏതാണ്ട് കൊണ്ടെന്ന് പറയാം. അവരും പെട്ടെന്ന് ആക്രോശിച്ചു. ഡസ്റ്റിൻ, നീ കളിച്ച് ഞങ്ങളുടെ കുടുംബത്തിനകത്തേറി കളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിന്നെ ഈ നിമിഷം ഞങ്ങൾ അവസാനിപ്പിക്കും. അങ്ങനെ പോൾ ഹില്ലിന്റെ ആ ഹിൽ കുടുംബത്തിലെ ആളുകൾ പറഞ്ഞതും ഡസ്റ്റിൻ റൊണാൾഡ് റീഡ്സിനോട് പറഞ്ഞു, സാർ, ഞാനിത് വെറുതെ പറയുന്നതല്ല, തെളിവുണ്ട്. ഡസ്റ്റിൻ അത് പറഞ്ഞതും കോൺലീസിന്റെ ആജ്ഞപ്രകാരം 5-6 ആളുകളെ കിരൺ ഗ്യാങ്ങിലെ ആളുകൾ അവിടേക്ക് കൊണ്ടുവന്നു. അവരെല്ലാവരും മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ആ മുഖംമൂടികൾ മാറ്റിയതും ആ ആളുകളെ കണ്ട സ്പ്രിംഗ് ഒന്ന് ഞെട്ടി. മിസ്റ്റർ സ്പ്രിംഗ് ഹിൽ, ഇത് ആരൊക്കെയാണെന്ന് അറിയാവോ? അതെനിക്കറിയാം, അവർ നമ്മുടെ ഷാഡോ ഗാർഡാണ്. ഹില്ലിന് ഒഴിയാൻ പറ്റില്ലല്ലോ. സർ റൊണാൾഡ് റീഡ്സ്, ഈ ഷാഡോ ഗാർഡുകളെ ഉപയോഗിച്ചാണ് സ്പ്രിംഗ് സകല കാര്യങ്ങളും ചെയ്തത്. ഓട്ടം ഹിൽ ഈ ഷാഡോ ഗാർഡുകളെ ഉപയോഗിച്ചാണ് നേരത്തെ കണ്ട ആ ശവപ്പെട്ടി പുറത്തെടുക്കുന്ന കർമ്മം ചെയ്തത്. ഷാഡോ ഗാർഡുകൾ ഉടൻ തന്നെ റൊണാൾഡ് റീഡ്സിനോട് പറഞ്ഞു, സർ സ്പ്രിംഗ് ആണ് സർ ഞങ്ങളെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. വളരെ വ്യക്തമായ സാക്ഷിമൊഴിയാണ് സ്പ്രിങ്ങിനെതിരെ ആ നിമിഷം അവിടെ ഉണ്ടാകുന്നത്. ഡസ്റ്റിൻ റൈസിനെ കൊല്ലുന്ന രംഗം കാണാനായി അവിടെ എത്തിയ ആ സന്യാസിനി സമൂഹം ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അവർ മാത്രമല്ല, ഹിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളും ഏതാണ്ട് വല്ലാണ്ടായി. പെട്ടെന്ന് സ്പ്രിംഗ് പറഞ്ഞു, ഡസ്റ്റിൻ,
അവരെ കൊണ്ട് ഈ ശൈലിയിൽ മൊഴി പറയിപ്പിച്ചാൽ ഞാനങ്ങ് വിശ്വസിക്കുമെന്നാണ് നീ കരുതിയിരിക്കുന്നത്? നീ എന്നെ അങ്ങ് പെടുത്താന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല. മിസ്റ്റർ സ്പ്രിംഗ്, നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഒരു തെളിവ് കൂടി അവതരിപ്പിക്കാം. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഡസ്റ്റിന് പുറകെ നിൽക്കുകയായിരുന്ന കിരിൻ ഗ്യാങ് മെമ്പേഴ്സ് രണ്ട് ഭാഗത്തേക്കായി മാറി. ശരിക്കും ആ ടീം രണ്ട് ഭാഗത്തായിട്ട് അങ്ങ് മാറുന്നതും അവിശ്വസനീയമായ ഒരു കാഴ്ച ആളുകൾ കാണുകയാണ്. ഒരു മനുഷ്യൻ ഡസ്റ്റിൻ റൈസിന്റെ അടുത്തേക്ക് സഫയർ ലോഡ്ജിനകത്ത് നിന്ന് നടന്നു വരികയാണ്. വെളുത്ത തലമുടിയും വെളുത്ത താടിയുമുള്ള ആ മനുഷ്യനെ കണ്ട ആ എൻറ്റയർ ആളുകളും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. നടന്നു വരുന്നത് സാക്ഷാൽ സർ പോൾ ഹില്ലാണ്. പോൾ ഹിൽ നടന്ന് ഡസ്റ്റിന് അടുത്തെത്തുമ്പോൾ ഏതാണ്ട് രക്തം വാർന്നു പോയതുപോലെ സ്പ്രിംഗ് ഹിൽ അങ്ങനെ നിൽക്കുകയാണ്. സ്പ്രിംഗ് അമ്പരപ്പോടെ പോൾ ഹില്ലിനെ നോക്കിയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ചത്തില്ലേ? അറിയാതെ സ്പ്രിങ്ങിന്റെ വായിന്ന് വീണ വാക്കാണത്. സ്പ്രിംഗ്, ഞാൻ അങ്ങനെ മരിക്കൂന്ന് നീ കരുതിയോ? സർ പോൾ ഹില്ലിന്റെ ആ മുഴങ്ങുന്ന ശബ്ദം, ആ ചോദ്യം സ്പ്രിങ്ങിനോട് ചോദിച്ചപ്പോ സ്പ്രിങ്ങിന്റെ അതുവരെയുള്ള മനോഭാവം മാറുകയാണ്. സ്പ്രിംഗ് ദേഷ്യത്തോടെ പോളിനോട് പറഞ്ഞു, നിങ്ങള് ചത്താലും കട്ടിലൊഴിയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഒഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഞാൻ കൊല്ലാൻ ശ്രമിച്ചത്. എന്നിട്ടും നിങ്ങൾ ചത്തില്ല. നിങ്ങൾ ഇങ്ങനെ ചാവുക മനുഷ്യ. ഒരു അച്ഛൻ ഇങ്ങനെയുണ്ടോ? മക്കൾ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു അച്ഛൻ. എത്ര നാളെന്ന് കരുതിയ നിങ്ങൾ ചാവാൻ വേണ്ടി കാത്തിരിക്കുക? ഈ ഡസ്റ്റിനാ നിങ്ങളെ പലപ്പോഴും സഹായിച്ചത്. നിങ്ങൾ ഞാൻ വിഷം തന്ന് കൊല്ലാൻ ശ്രമിച്ചപ്പോ അന്ന് ഡസ്റ്റിൻ വന്ന് നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങളെ രക്ഷിച്ചിട്ട് ഡസ്റ്റിൻ അക്യുപങ്ക്ചർ സൂചികൾ നിങ്ങളുടെ പുറത്ത് തറച്ചു വെച്ചിരുന്നു. നിങ്ങളുടെ പുറത്തുനിന്ന് ഞാൻ ആ സൂചി വലിച്ചൂരി നിങ്ങൾക്ക് വട്ടാക്കിയത്. എന്നിട്ടും ഡസ്റ്റിൻ നിങ്ങളെ രക്ഷിച്ചു. ഡസ്റ്റിൻ, നീ ഒറ്റ ഒരുത്തരാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോ നിങ്ങളെ ഞാൻ കത്തി കൊണ്ട് കുത്തി കൊന്നതാണ്. എന്നിട്ട് നിങ്ങൾ ചാവില്ലെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ആരാ മനുഷ്യ? ശരിക്കും സ്പ്രിംഗ് ഏതാണ്ട് വട്ടായതുപോലെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ ഹിൽ കുടുംബത്തിലെയും മറ്റ് ഫാമിലികളിലെയും ആളുകളൊക്കെ ഇതിന്റെ വാ പൊളിച്ച ഇതൊക്കെ കേൾക്കുന്നത്. സർ പോൾ ഹിൽ ബെലാർമ മേഖലയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന മാർഷൽ ആർട്സിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സ്വന്തം കുടുംബത്തിലെ ഒരാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് കേട്ടപ്പോ ഞെട്ടലല്ലാതെ വേറെ എന്താ വരിക? അതും കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നത് സ്വന്തം മകനാണെന്ന് അറിയുമ്പോൾ ഞെട്ടിപ്പോയ ആ ആൾക്കൂട്ടം അമ്പരം നിൽക്കുമ്പോ റൊണാൾഡ് റീഡ്സ് അയാളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, സ്പ്രിങ്ങിനെ അറസ്റ്റ് ചെയ്യും. നാളെ പകൽ നമ്മൾ സ്പ്രിങ്ങിനെ പരസ്യമായി വിചാരണ ചെയ്ത് ശിക്ഷ കൊടുക്കും. അത് കേട്ടതും ബെലാർമ മേഖലയുടെ ആ മാർഷൽ ആർട്സ് ടീം അംഗങ്ങൾ ഉടൻ തന്നെ സ്പ്രിങ്ങിനെ അറസ്റ്റ് ചെയ്തു. സ്പ്രിങ് അപ്പോഴും പോളിനെതിരെ ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിനെതിരെ സംസാരിച്ച സ്പ്രിങ്ങിനെ ആ മാർഷൽ ആർട്സ് ടീം അംഗങ്ങൾ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ റൊണാൾഡ് റൈറ്റ്സ് എല്ലാവരോടായി പറഞ്ഞു, ഓക്കെ, ഡസ്റ്റിൻ റൈസ് നിരപരാധിയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. സോ പോൾ ഹിൽ ഇവിടെ ജീവനോട് ഇരിക്കുന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളാരും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും പിരിഞ്ഞു വെക്കുള്ളൂ. റൊണാൾഡ് റൈറ്റ്സിന്റെ ആ മുഴക്കമുള്ള ശബ്ദം കേട്ടതും ഹിൽ കുടുംബാംഗങ്ങളും ആ ജെയ്ദെ മെയ്തൻ സിസ്റ്റർഹുഡിലെ ആളുകളൊക്കെ ആ നിമിഷം തന്നെ അവിടുന്ന് പിരിഞ്ഞു. സകല ആളുകളും പിരിഞ്ഞപ്പോ കോൺട്രാഡ് റൊണാൾഡ് റീഡ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ബെലാർമയിൽ ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഡസ്റ്റിൻ നിനക്കൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് കോൺട്രാഡ് അവിടുന്ന് വേഗം തിരിച്ചു. കോൺട്രാഡും ടീമും പോയി കഴിഞ്ഞപ്പോ ഇപ്പോ ബാലൻസ് ഉള്ളത് റൊണാൾഡ് റീഡ്സും കിരിൻ ഗ്യാങ്ങിലെ ആളുകളും സർ പോൾ ഹില്ലുമാണ്. റൊണാൾഡ് റീഡ്സ് പോൾ ഹില്ലിന് അടുത്തേക്ക് നടന്നു വന്നു. ഏയ്, ആരാ നീ? പോൾ ഹില്ലിനെ നോക്കി റൊണാൾഡ് റീഡ്സ് ആ ചോദ്യം ചോദിച്ചതും പോൾ ഹിൽ റൊണാൾഡ് റീഡ്സിനോട് ചോദിച്ചു, ഏയ്, എന്താ റൊണാൾഡ് ഇങ്ങനെ ചോദിക്കുന്നേ? ഏയ്, ആരാ നീ? ഈ ആളുകളൊക്കെ കബളിപ്പിച്ചതുപോലെ എന്നെ കബളിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ആരാണ് നീ? ഏയ് റൊണാൾഡ്, ഇതെന്തൊരു ചോദ്യമാണ്? നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ? ഇങ്ങനെയാണോ ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യൻ ചോദിക്കേണ്ടത്? അങ്ങനെ പോൾ ഹിൽ ചോദിച്ചതും റൊണാൾഡ് റീഡ്സ് പെട്ടെന്ന് പോൾ ഹിലിന്റെ മുഖത്ത് നേരെ കൈ കൊണ്ടുവന്നു. മുഖത്തിന് നേരെ റൊണാൾഡിന്റെ കൈ വന്നതും പോൾ ഹിൽ പെട്ടെന്ന് പുറകോട്ട് മാറി. എന്താ റൊണാൾഡ് ഇങ്ങനെയൊക്കെ മുഖത്ത് പിടിച്ച് കളിക്കുന്നത്? വീണ്ടും പോൾ ഹിലിന്റെ ആ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ റൈസ് റൊണാൾഡിനോട് പറഞ്ഞു, സർ ക്ഷമിക്കണം, ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ തിരിഞ്ഞ് പോൾ ഹിലിനോട് പറഞ്ഞു, ഏയ് അസലിയ, നിന്റെ കളി സർ റീഡ്സിനോട് വേണ്ട. അങ്ങനെ ഡസ്റ്റിൻ റൈസ് പറഞ്ഞതും അസലിയ ഒന്ന് ചിരിച്ചു. സർ റീഡ്സ്, അങ്ങ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാൻ എന്തു പ്രയാസപ്പെട്ട ഇങ്ങനെ ഒരു വേഷം കിട്ടിയത് അങ്ങ് പക്ഷേ എന്നെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അസലിയ അവളുടെ മുഖത്ത് നിന്ന് പോൾ ഹില്ലിന്റെ ആ മുഖാവരണം അങ്ങ് മാറ്റി. ശരിക്കും അവിശ്വസനീയമായ ശൈലിയിലാണ് അസലിയ പോൾ ഹില്ലായിട്ട് രൂപം മാറിയത്. പോൾ ഹില്ലിന്റെ വണ്ണവും പൊക്കവും ഒക്കെ വരാൻ വേണ്ടി അവൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശബ്ദം പോലും അൺബിലീവബിൾ ആയിട്ടാണ് അവൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത്.
ഡസ്റ്റിൻ, നീ യഥാർത്ഥത്തിൽ പോൾ ഹില്ലിനെ കൊന്ന ആളുകളെ രംഗത്ത് കൊണ്ടുവന്നതുകൊണ്ട് നിന്റെ ഈ പരിപാടി ഞാനങ്ങ് സമ്മതിച്ചെന്നിരിക്കുന്നു. സ്പ്രിങ്ങും ഓട്ടവുമാണ് പോൾ ഹില്ലിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞതുകൊണ്ടാണ് റൊണാൾഡ് റീഡ്സ് അങ്ങനെ പറഞ്ഞത്. റൊണാൾഡ് ഡസ്റ്റിനോട് യാത്ര പറഞ്ഞ് പിരിയാൻ പോയിട്ട് പെട്ടെന്ന് നിന്നു. ഡസ്റ്റിൻ, ഞാൻ ഒരു കാര്യം തരാൻ വിട്ടുപോയി, നിനക്ക് ആന്റിഡോട്ട് തരണ്ടേ? ആന്റിഡോട്ട് കഴിക്കാനുള്ള സമയം കഴിഞ്ഞാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കരുതിയിരുന്ന കോൺട്രാഡ് കൊടുത്ത ആ ആന്റിഡോട്ട് ഡസ്റ്റിന് കൊടുത്തു. ആന്റിഡോട്ട് കിട്ടിയതും ഡസ്റ്റിൻ ആ ആന്റിഡോട്ടം കഴിച്ചു. ഡസ്റ്റിൻ സന്തോഷത്തോടു കൂടിയാണ് ആ പ്രതിവിഷം കഴിച്ചത്. പ്രതിവിഷം കഴിച്ച ഡസ്റ്റിൻ അസാലിയോട് പറഞ്ഞു, അസാലിയ, നിന്റെ ഈ അഭിനയം ശരിക്കും ആളുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് അസാലിയോട് അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് രക്തം ഛർദ്ദിക്കുകയാണ്. ഈ സമയത്ത് ഡസ്റ്റിനടുത്ത് നടന്ന് കാറിനടുത്തേക്ക് റൊണാൾഡ് റീഡ്സ് എത്തിയിരുന്നു. ശബ്ദം കേട്ട് റൊണാൾഡ് റീഡ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് കുടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഡസ്റ്റിനെയാണ്. ഡസ്റ്റിന് അടുത്തേക്ക് ഓടിയെത്തിയ റൊണാൾഡ് റീഡ്സ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിന് എന്താ പറ്റിയേ? സർ, ആ ആന്റിഡോട്ടിൽ വിഷം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും ഡസ്റ്റിന്റെ കണ്ണടഞ്ഞത് ഒരേ നിമിഷത്തിലാണ്. അത് കണ്ട റൊണാൾഡ് ഉടൻ തന്നെ ആളുകളോട് പറഞ്ഞു, ഉടൻ തന്നെ വാറ്റ്കിൻസിനെ വിവരം അറിയിക്കുക. സ്റ്റോൺ ഡ്രയിലെ ലിൻഡൻ വാട്കിൻസിനെ വിവരം അറിയിക്കാൻ റൊണാൾഡ് റീഡ്സ് ഉത്തരവിട്ടതും ആളുകൾ ആ കർമ്മത്തിലേക്ക് കടന്നു. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിക്കൂറാവും. സഫയർ ലോഡ്ജിലെ ഡസ്റ്റിൻ ഒരുക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു ബെഡിൽ ഡസ്റ്റിൻ അങ്ങനെ കിടക്കുകയാണ്. ഡസ്റ്റിന്റെ തൊട്ടടുത്ത് വല്ലാതെ ക്ഷീണിതരായിരിക്കുന്ന സാക്ഷാൽ ലിൻഡൻ വാട്കിനുണ്ട്. അല്പം മാറി അബീഗലും അസാലിയയും കോൺലിയസും ഒക്കെ ഉണ്ട്. അബീഗൽ യഥാർത്ഥത്തിൽ ഒരു ഏകാന്ത പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അബീഗലിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവിടെ തന്നെ അസാലിയ ഉണ്ടായിരുന്നു. പോൾ ഹില്ലിനെ രംഗത്ത് അവതരിപ്പിക്കാനായി അസാലിയയോട് ഡസ്റ്റിൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അസാലിയ സഫയർ ലോഡ്ജിൽ എത്തിയിരുന്നത്. അസാലിയ വരുമ്പോ അബിഗൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അസാലിയ വഴി അബിഗൽ വിവരം അറിഞ്ഞിട്ട് അബിഗൽ ഓടി എത്തിയിട്ടേ ഉള്ളൂ. വാറ്റ്കിനോടായി അസാലിയ ചോദിച്ചു, സർ എന്തായി? ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നില്ല സർ റൈസ് ഈ സ്റ്റേജ് മറികടക്കുമെന്ന്. സർ വാറ്റ്കിൻ അത് പറഞ്ഞപ്പോ അബിഗലും അസാലിയയും കോൺലിയസും ഒക്കെ ഏതാണ്ട് നടുങ്ങി പോവുകയാണ്. കോൺലിയസ് പെട്ടെന്ന് വാറ്റ്കിന്റെ മുമ്പിൽ മുട്ടിടിച്ചു വീഴുകയാണ്. വാറ്റ്കിനോടായി കോൺലിയസ് പറഞ്ഞു, സർ, ഞങ്ങൾക്കുള്ളത് മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കാം. അങ്ങ് എങ്ങനെയും സർ റൈസിനെ രക്ഷിക്കണം. നിങ്ങൾ എന്തായി പറയുന്നത്? ഡസ്റ്റിൻ ഞങ്ങളുടെ ഭാഗമല്ലേ? ഞങ്ങളുടെ സ്റ്റോൺ ഡ്രൈവ് വാലിയുടെ എലൈറ്റ് ഡോക്ടറാണ് ഡസ്റ്റിൻ. ആ ഡസ്റ്റിനെ രക്ഷിക്കാൻ എനിക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും അനുവാദം വേണോ? അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പണം വേണോ? എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയാണ്. അബിഗലും അസാലിയും കോൺലിയസിനൊപ്പം വീണ്ടും ആ ആവശ്യം ഉന്നയിക്കുകയാണ്. 3 പേരും കരയുന്നുണ്ട്. അവർ മാത്രമല്ല, കിരൺ ഗ്യാങ്ങിലെ ഒത്തിരിയേറെ ആളുകൾ ആ വാതിലിന് പുറത്തുണ്ട്. അവരൊക്കെ കരയുകയാണ്. അവർ ഇതുവരെ വിവിധ ഗ്രൂപ്പുകളിലെ അംഗങ്ങളായിരുന്നവരാണ്. ഇപ്പോഴാണ് യഥാർത്ഥ ഒരു ലീഡറുടെ കീഴിൽ അവരൊക്കെ വരുന്നത്. ആ ലീഡർ അവരെ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന ആളാണ്. ആ ഡസ്റ്റിൻ റൈസ് ആണ് ഇതാ മരണത്തോട് മല്ലടിക്കുന്നത്. അവരങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോഴാണ് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ആ ഹോസ്പിറ്റൽ ഡോറിന് നേരെ ഒരു സുന്ദരി ഓടി വരുന്നത്. ആ വാതിൽ തള്ളി തുറന്നുകൊണ്ട് നടാഷ ഹർമൻ അകത്തേക്ക് വന്നു. കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് വന്ന നടാഷയോട് അബീഗലാണ് ആ കാര്യം പറഞ്ഞത്. നടാഷ, ഡസ്റ്റിന്റെ അവസ്ഥ ശരിക്കും സീരിയസ് ആണ്. ഡസ്റ്റിന് എന്തോ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് സ്റ്റോണിയെന്ന് നടാഷ മിൽസ്ബർഗിൽ പറന്നിറങ്ങിയത്. യഥാർത്ഥത്തിൽ അവൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മടങ്ങി വരാനാണ് ഇരുന്നത്. നടാഷ അബീഗലിനെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിന്റെ ബെഡിനടുത്തേക്ക് ഓടിയെത്തി. ഡസ്റ്റിൻ നിശ്ചലനായി ആ ബെഡിൽ എങ്ങനെ കിടക്കുകയാണ്. നടാഷ ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്ന് ഡസ്റ്റിന്റെ കവിളിലൊക്കെ തട്ടി നോക്കുകയാണ്. ഇപ്പോ ഡസ്റ്റിനെ കണ്ടാൽ ഡസ്റ്റിൻ ശാന്തമായി ഉറങ്ങുകയാണെന്നേ മനസ്സിലാവൂ. ഡസ്റ്റിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് നടാഷ അടുത്ത് നിൽക്കുന്ന ലിൻഡൻ വാട്കിന്റെ നേരെ തിരിഞ്ഞു. ലിൻഡന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടാഷ പറഞ്ഞു, ഡോക്ടർ, ഞാൻ എനിക്കുള്ളത് മുഴുവൻ ഡസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി മുടക്കാൻ തയ്യാറാണ്. അങ്ങ് എങ്ങനെയും ഡസ്റ്റിനെ രക്ഷിക്കണം. നടാഷ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ഡസ്റ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഡസ്റ്റിന്റെ ശരീരത്തിൽ സെപ്റ്റമോർട്ടിസ് കടന്നിട്ട് ഒരാഴ്ചയോളമായി. ഡോക്ടർ വാറ്റ്കിൻ അങ്ങനെ പറഞ്ഞപ്പോ നടാഷയ്ക്ക് ഭയങ്കര അതിശയമാണ്. ഡസ്റ്റിനെ വിട്ട് നടാഷ സ്റ്റുഡിയോയിലേക്ക് പോയത് 3 ദിവസം മുമ്പാണ്. ഇപ്പോ വാറ്റ്കിൻ പറയുന്നത് ഒരാഴ്ച മുമ്പേ സെപ്റ്റമോർട്ടിസ് ഡസ്റ്റിന്റെ ശരീരത്തിൽ കടന്നിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം ഡസ്റ്റിൻ ആ കാര്യം നടാഷയോട് പറഞ്ഞില്ലെന്നാണ്. ഡസ്റ്റിൻ മനഃപൂർവ്വം അത് നടാഷയെന്ന് ഒളിച്ചു വെച്ചതാണ്. നടാഷയ്ക്ക് അത് മനസ്സിലായി. നടാഷയോടായി ലിൻഡൻ പറഞ്ഞു, നടാഷ, വിഷയം അവിടെയല്ല. ഡസ്റ്റിന്റെ ശരീരത്തിൽ മറ്റൊരു വിഷയം കൂടി കലർന്നിരിക്കുകയാണ്. ഡയസ്പോറിയ എന്ന വിഷയമാണ് ഇപ്പോ ഡസ്റ്റിന്റെ ശരീരത്തിൽ കടന്നിരിക്കുന്നത്. ഈ സെപ്റ്റമോറിസും ഡയസ്പോറിയും കൂടി ചേരുമ്പോൾ അതൊരു വല്ലാത്ത ലെയ്തൽ കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല.
കഴിഞ്ഞ 18 മണിക്കൂറും യഥാർത്ഥത്തിൽ ഡസ്റ്റിൻ റൈസിനെ ജീവിതത്തിലെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി വാറ്റ്കിൻ ശ്രമിക്കുകയായിരുന്നു. അയാൾക്ക് അറിയാവുന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ചും അക്യുപങ്ചർ ഉപയോഗിച്ചും ഒക്കെ ഡസ്റ്റിനെ രക്ഷിക്കാൻ വാറ്റ്കിൻ ശ്രമിച്ചിരുന്നു. ഡസ്റ്റിൻ റൈസ് അല്ലാത്ത വേറൊരാളാണെങ്കിൽ ഉറപ്പായും ഈ നിമിഷത്തിനകം കൊല്ലപ്പെടേണ്ടതാണ്. ഡസ്റ്റിന്റെ ബോഡിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ആ 2 വിഷവും ഡസ്റ്റിന്റെ ശരീരത്തിൽ കയറിയിട്ടും ഡസ്റ്റിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എത്ര സമയം കൂടി ഡസ്റ്റിൻ അങ്ങനെ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം. നടാഷ വാറ്റ്കിനോട് ചോദിച്ചു, ഡോക്ടർ വാറ്റ്കിൻ, ഡസ്റ്റിനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലേ? നടാഷ, ഞാനിപ്പോ എന്താ പറയുക? എനിക്കറിയാവുന്ന ശൈലിയിലൊക്കെ ഞാൻ ഡസ്റ്റിനെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഇതാണ് അവസ്ഥ. വാറ്റ്കിൻ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് നടാഷ വാറ്റ്കിനോട് ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾക്ക് റീസർഗാത്തോൺ അറിയാമല്ലോ, അതെന്താ പരീക്ഷിക്കാത്തത്? റീസർഗാത്തോൺ പരീക്ഷിക്കാത്തത് എന്തെന്നുള്ള നടാഷയുടെ ചോദ്യം കേട്ടപ്പോ വാറ്റ്കിന്റെ മുഖത്ത് ശരിക്കൊരു അതിശയം വരികയാണ്. വാറ്റ്കിൻ അമ്പരപ്പോടെ നടാഷയോട് പറഞ്ഞു, നടാഷ, അതത്ര എളുപ്പമല്ല. ഡോക്ടർ, എന്താ എളുപ്പമല്ലെന്ന് പറയാൻ കാര്യം? നടാഷ, റീസർഗാത്തോൺ ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു ശരീരം കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഡോക്ടർ പറയുന്നത്, നടാഷ, ഈ വിഷം റീസർഗാത്തോൺ വഴി മറ്റൊരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാനേ നമുക്ക് പറ്റൂ. അതാണ് പ്രശ്നം. ഡസ്റ്റിന്റെ ശരീരത്തിലെ ആ 2 വിഷവും കൊടിയ വിഷയങ്ങളാണ്. അതിന്റെ ആ കോമ്പിനേഷൻ ഡസ്റ്റിന് താങ്ങാൻ കഴിയുന്ന പോലെ വേറൊരാൾക്ക് താങ്ങാൻ പറ്റണമെന്നുമില്ല. ആ കോമ്പിനേഷനാണ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മാറ്റേണ്ടത്. അത് മാറ്റിയാൽ ആ നിമിഷം അയാൾ കൊല്ലപ്പെടും. ഡോക്ടർ വാറ്റ്കിൻ പറഞ്ഞ ആ വാചകം കേട്ടപ്പോ ഒരു പ്രതീക്ഷയും അതേസമയം ഒരു ഞെട്ടലും ഒക്കെ കിരിൻ ഗ്യാങ്ങിലെ ആളുകൾക്കുണ്ട്. പ്രതീക്ഷ വളരെ വലുതായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ആളെ ഡസ്റ്റിന് സമീപം എത്തിച്ചാൽ അയാളുടെ ശരീരത്തിലേക്ക് ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് വിഷത്തെ കയറ്റിവിടാൻ ഡോക്ടർ വാറ്റ്കിന് പറ്റും. അതിന് ആ റീസർഗാത്തോൺ മെത്തേഡ് ഉപയോഗിക്കുകയും ചെയ്യാം. സകലരും പ്രതീക്ഷയോടുകൂടി വാറ്റ്കിനെ നോക്കുമ്പോൾ വാറ്റ്കിൻ നടാഷയോടായി പറഞ്ഞു, നടാഷ, വിഷയം ഇവിടെയാണ്. ഏതെങ്കിലും അസുഖബാധിതരായ ആരെങ്കിലും കൊണ്ടുവന്ന് ഡസ്റ്റിന്റെ ശരീരത്തിലെ ആ വിഷം എടുക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. ഡസ്റ്റിന്റെ ശരീരത്തിലുള്ള വിഷം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ അയാൾ പൂർണ്ണ മനസ്സോടുകൂടി ആവണം ആ വിഷം ഉൾക്കൊള്ളേണ്ടത്. വിഷം കയറുന്ന സമയത്ത് അയാൾ ഏതെങ്കിലും ശൈലിയിൽ തടസ്സം കാണിച്ചാൽ ആ നിമിഷം ഡസ്റ്റിൻ കൊല്ലപ്പെടും. ശരിക്കും അപകടകരമായ ഒരു പോയിസൺ ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കേണ്ടത്. ആ പോയിസൺ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ആ പോയിസൺ റിസീവ് ചെയ്യുന്ന ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായാൽ ആ നിമിഷം മുഴുവൻ പോയിസണും ആദ്യത്തെ ആളുടെ ശരീരത്തിലേക്ക് ഇരച്ചു കീറുകയും അയാൾ ആ നിമിഷം കൊല്ലപ്പെടുകയും ചെയ്യും. ഡോക്ടർ വാറ്റ്കിൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ടു നിൽക്കുന്ന നടാഷ പെട്ടെന്ന് വാറ്റ്കിനോട് പറഞ്ഞു, ഡോക്ടർ, വേറെ ആളുകളെയൊന്നും നോക്കണ്ട, ഞാൻ റെഡിയാണ്. ഈ നടാഷ എന്തായി പറയുന്നത്? നടാഷ പറഞ്ഞ കാര്യം കേട്ടപ്പോ കോർലിയസും അബിഗലും അസലിയും ഉൾപ്പെടെ സകലരും ഞെട്ടിപ്പോവുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ് നടാഷ ഇപ്പൊ അവരുടെ മുന്നിൽ ഡോക്ടറോട് പറയുന്നത്. ഡോക്ടർ നടാഷയോട് പറഞ്ഞു, നടാഷ വിചാരിക്കും പോലെ ഒരു സംഭവമല്ല ഇത്. ഈ വിഷം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വിഷം കയറുന്ന ആളുടെ ബോഡി അതിശക്തമായി പ്രതികരിക്കും. നിങ്ങൾ വേദന കൊണ്ട് പൊളയും. ആ സമയത്ത് ആരായാലും വിഷം കയറ്റുന്നത് നിർത്താൻ ആവശ്യപ്പെടുകയോ പ്രതികരിക്കുകയോ ചെയ്യും. ആ നിമിഷത്തിൽ ഈ പോയിസൺ ട്രാൻസ്ഫർ നിന്നാൽ ഉടൻ ഡസ്റ്റിൻ കൊല്ലപ്പെടും. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ സംഭവത്തിന്റെ ആ സത്യാവസ്ഥ നടാഷയെ ധരിപ്പിച്ചപ്പോൾ നടാഷ വാറ്റ്കിനോട് പറഞ്ഞു, ഡോക്ടർ വാറ്റ്കിൻ, ഇതെന്റെ ഹസ്ബൻഡാണ്. ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് സമർപ്പിക്കാനുള്ളത് എൻ്റെ ജീവൻ മാത്രമാണ്. ഡോക്ടർ, അതുകൊണ്ട് തന്നെ ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് ആ പോയിസൺ കയറ്റാൻ ഞാൻ പൂർണ്ണമായും സമ്മതിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നടാഷ ഡസ്റ്റിന്റെ അടുത്തേക്കൊന്ന് കുനിഞ്ഞ് ഡസ്റ്റിന്റെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചു. ഡസ്റ്റിൻ റൈസ് നല്ല ഉറക്കത്തിലാണ്. ഒരു ഇരുട്ടിലേക്ക് താൻ താണുപൊക്കൊണ്ടിരിക്കുന്നത് പോലൊരു ഫീലാണ് ഡസ്റ്റിന് അനുഭവപ്പെടുന്നത്. ദിക്ക് എന്നറിയാത്ത ഒരു വല്ലാത്ത താഴ്ചയിലേക്ക്, ഇരുട്ടിലേക്ക് താൻ അനുനിമിഷം താന്നുകൊണ്ടിരിക്കും പോലൊരു ഫീലിലേക്ക് ഡസ്റ്റിൻ അങ്ങനെ കടക്കുകയാണ്. അതിവേഗതയിലാണ് ആ ഇരുട്ടിലൂടെ ഡസ്റ്റിൻ ഇങ്ങനെ കടന്നു പോകുന്നത്. ആ ഇരുട്ടിലൂടെ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഡസ്റ്റിൻ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം ഡസ്റ്റിൻ കണ്ടു. ആ പ്രകാശത്തിന് നേരെ ഡസ്റ്റിൻ അതിവേഗം ഓടുകയാണ്. ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് ഡസ്റ്റിൻ എത്തിയതും ആ പ്രകാശം പെട്ടെന്ന് ഡസ്റ്റിനെ അങ്ങ് കുളിപ്പിച്ചു. പ്രകാശം കൊണ്ട് ഡസ്റ്റിനെ അങ്ങ് കുളിപ്പിച്ചതും ഡസ്റ്റിൻ ഞെട്ടി ഉണർന്നതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ പെട്ടെന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ഡസ്റ്റിൻ ശ്വാസം ആഞ്ഞു വലിച്ചതും ആ ശ്വാസം ആ നിമിഷം തന്നെ ശ്വാസകോശത്തിലേക്ക് കയറുകയും ആ ശ്വാസകോശത്തിൽ നിന്ന് അതേ ശ്വാസം ഹൃദയത്തിലേക്ക് കടക്കുകയും ഹൃദയം പമ്പ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഹൃദയം അതിവേഗം പമ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഡസ്റ്റിൻ വലത് ഭാഗത്ത് നിൽക്കുന്ന ഡോക്ടർ വാറ്റ്കിനെ കണ്ടു. വാറ്റ്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഡസ്റ്റിൻ, നീ കണ്ണു തുറന്നോ? ഓ ഡോക്ടർ, താങ്കളാണ് എന്നെ രക്ഷിച്ചല്ലേ, താങ്ക് യു.
ഏയ് ഡസ്റ്റിൻ, താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, ഡസ്റ്റിന്റെ കൂടെയുള്ള, ഡസ്റ്റിന് അടുത്ത് കിടക്കുന്ന ആ വ്യക്തിയോടാണ് ഡസ്റ്റിൻ താങ്ക്സ് പറയേണ്ടത്. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ പെട്ടെന്ന് ഇടതുവശത്തേക്ക് നോക്കി. ഇടതുവശത്തേക്ക് നോക്കിയ ഡസ്റ്റിൻ റൈസ് ശരിക്കും ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. അവിടെ നടാഷ ഹാർമൺ അങ്ങനെ കിടക്കുകയാണ്. അവളുടെ മുഖത്ത് ഒരു തുള്ളി രക്തം പോലും ഇല്ലാന്ന് പറയാം. ശരിക്കും മരവിച്ച് കിടക്കുകയാണ് നടാഷ. ആ കാഴ്ച കണ്ട ഡസ്റ്റിൻ പെട്ടെന്ന് നടാഷ കയ്യിൽ പിടിച്ചു. പൾസ് ഉണ്ടെന്നാ നോക്കുന്നത്. ഒരു നേർത്ത പൾസ് ഇപ്പോഴും നടാഷയിലുണ്ട്. ഡസ്റ്റിൻ നടാഷ കയ്യിൽ പിടിക്കുമ്പോൾ സാധാരണഗതിയിൽ നല്ല ചൂടുള്ള രക്തം തിളച്ചു നിൽക്കുന്ന ആ കൈ ഇപ്പോ തണുത്ത് മരവിച്ചിരിക്കുകയാണ്. അവിടെ കവിളുകളും മുഖവും അങ്ങനെ തന്നെയാണ്. ഡസ്റ്റിൻ നടാഷയെ കുലുക്കി വിളിക്കുകയാണ്. ഡസ്റ്റിൻ അതിനുശേഷം ഡസ്റ്റിന്റെ ശരീരത്തിന് ഇന്റേണൽ എനർജി നടാഷയുടെ ബോഡിയിലേക്ക് ഒന്ന് പ്രകോപിപ്പിച്ചു. ഡസ്റ്റിൻ 1-2 തവണ ശ്രമിച്ചിട്ടും ഒരു അനക്കവും നടാഷയിൽ ഉണ്ടായില്ല. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ലിൻഡൻ വാറ്റ്കിൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നടാഷ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ധീരയായ വ്യക്തിയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം നടന്ന സംഭവങ്ങളെക്കുറിച്ച് വാറ്റ്കിൻ ഡസ്റ്റിനോട് പറഞ്ഞു. ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് പോയിസൺ നടാഷയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് സകലതിനും ദൃക്സാക്ഷിയായിരുന്നു സാക്ഷാൽ ലിൻഡൻ വാറ്റ്കിൻ. നടാഷയുടെ ബോഡിയിലേക്ക് ആ വിഷം കയറി തുടങ്ങുമ്പോൾ അതികഠിനമായ പെയിൻ നടാഷയുടെ ശരീരത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. നടാഷയുടെ കാൽവിരൽ മുതൽ തല വരെ സകല ഭാഗവും വേദന കൊണ്ട് പൊളയുകയായിരുന്നു. പക്ഷെ ആ നിമിഷത്തിലും നടാഷ പുഞ്ചിരിയോടുകൂടി അങ്ങനെ കിടക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ സാധാരണ മനുഷ്യർക്ക് ആർക്കും താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ശക്തമായ പെയിനാണ് ആ സമയത്ത് നടാഷയ്ക്ക് അനുഭവപ്പെട്ടത്. ഒരു ഗ്രാൻഡ് മാസ്റ്റർക്ക് പോലും അത്രയും പെയിൻ താങ്ങാൻ പറ്റില്ല. ആ വേദന നടാഷ ഒരു പുഞ്ചിരിയോട് ഏറ്റെടുത്ത കഥ വാറ്റ്കിൻ പറയുമ്പോൾ വാറ്റ്കിന് മാത്രമല്ല അത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും ഒരു വിറയലുണ്ടാവുകയാണ്. ഡസ്റ്റിൻ ശരിക്കും വിറച്ചുപോയി എന്ന് പറയാം. അമ്പരപ്പോടെ നടാഷയെ നോക്കുന്ന ഡസ്റ്റിന്റെ കയ്യിലേക്ക് ആ നിമിഷത്തിലാണ് ലിൻഡൻ വാറ്റ്കിൻ ഒരു കത്ത് ഹാൻഡ് ഓവർ ചെയ്തത്. നടാഷ എഴുതിയിരിക്കുന്ന കത്താണ്. ഡസ്റ്റിൻ ആ കത്ത് വായിക്കുകയാണ്. പ്രിയപ്പെട്ടവനെ, ഈ കത്ത് നീ വായിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാവും. ഡസ്റ്റിൻ, നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഞാൻ നിന്നെ കണ്ടുമുട്ടിയ അന്ന് തന്നെ എനിക്കറിയാമായിരുന്നു നീ തികച്ചും വ്യത്യസ്തനാണെന്ന്. നിന്റെ ആ വ്യത്യസ്തത നിന്നെ കൂടുതൽ അറിയാൻ എന്നെ പ്രേരിപ്പിച്ചു. ആദ്യമൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് എനിക്കുണ്ടായിരുന്നത്. ആ അന്വേഷണത്തിനിടയിൽ എപ്പോഴോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. ആ ഇഷ്ടം എത്രത്തോളമാണെന്ന് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. ആ ഇഷ്ടം വളർന്ന് വളർന്ന് ഞാൻ ആ ഇഷ്ടമായി മാറുകയായിരുന്നു. എൻ്റെ ബോഡി, എൻ്റെ മനസ്സ്, എൻ്റെ ശ്വാസം ഒക്കെ ഡസ്റ്റിൻ നീയായി മാറി. ഡസ്റ്റിൻ, നിന്നെക്കുറിച്ച് ആലോചിക്കാത്ത, നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷവും എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. നീയായിരുന്നു എനിക്കെല്ലാം. ഡസ്റ്റിൻ, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ സത്യമായിട്ടും ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാവൂ. നിന്റെ വിഷമം എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിരുന്നു. എനിക്ക് മുന്നേ നിന്നെ പരിചയപ്പെടുകയും നിന്റെ ഭാര്യയായി നിന്നോടൊപ്പം ജീവിക്കുകയും ചെയ്ത ഡാലിയ നിക്കോൾസിനോട് സത്യമായിട്ടും എനിക്കൊരു അസൂയ ഉണ്ടായിരുന്നു. ഡാലിയ നല്ല ആളാണ്, എന്നാലും എനിക്ക് ഡാലിയെ പോലെ നിന്റെ ഭാര്യയായി കഴിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം ഇപ്പോഴും എനിക്കുണ്ട്. ഡസ്റ്റിൻ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. സത്യത്തിൽ ഞാനാണോ ഡാലിയാണോ ഡസ്റ്റിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ആള്? ഇപ്പോൾ ഈ ചോദ്യത്തിന് അർത്ഥമില്ലെന്ന് എനിക്കറിയാം. കാരണം നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ ഉണ്ടാകില്ലല്ലോ. ഡസ്റ്റിൻ, എവിടെയാണെങ്കിലും നീ സുഖമായിരിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഡസ്റ്റിൻ, വിഷമിക്കരുത്, സുഖമായി ജീവിക്കുക. ഡസ്റ്റിൻ, ഞാൻ നിന്നെ കണ്ടുകൊണ്ട് മുകളിലുണ്ട്. നീ സുഖമായിരിക്കുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം. ഡസ്റ്റിൻ, ഒരിക്കലും സങ്കടപ്പെടരുത് എന്ന് നിന്റെ സ്വന്തം നടാഷ. കത്ത് വായിച്ച ഡസ്റ്റിൻ റൈസിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഡസ്റ്റിൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. നടാഷ ഹാർമൺ അവളുടെ ജീവനാണ് ഡസ്റ്റിന് വേണ്ടി സമർപ്പിച്ചത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നടാഷ ഡസ്റ്റിൻ റൈസിനെ ഇതാ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഭ്രാന്തനെ പോലെ നടാഷയെ കുലുക്കി വിളിച്ച ഡസ്റ്റിൻ വാറ്റ്കിന് നേരെ തിരിഞ്ഞ് വാറ്റ്കിനോട് ചോദിച്ചു, ഡോക്ടർ, നടാഷയുടെ ശരീരത്തിലെ വിഷം എന്റെ ശരീരത്തിലേക്ക് അയക്കാൻ ഞാൻ തയ്യാറാണ്. ഏയ് ഡസ്റ്റിൻ, എന്തായി പറയുന്നത്? നമ്മളിവിടെ ഉപയോഗിച്ചത് റീസർഗാത്തനാണ്. അത് ഒരു പ്രാവശ്യം ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റൂ, തിരിച്ച് പറ്റത്തില്ല. ഡോക്ടർ, പിന്നെ എന്ത് ചെയ്യും? ഡസ്റ്റിൻ, 2 മാർഗങ്ങളുണ്ട്. 2 മാർഗങ്ങളുണ്ടെന്ന് ലിൻഡൻ വാറ്റ്കിൻ പറഞ്ഞപ്പോ ഒരു വല്ലാത്ത സന്തോഷം ഡസ്റ്റിന്റെ മുഖത്തേക്ക് വരികയാണ്. ഡസ്റ്റിൻ, ആ 2 മാർഗങ്ങളും ലേശം അപകടം പിടിച്ചതാണ്. ഒന്ന്,
ഫീനിക്സ് റോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതൊരു വേര് തന്നെയാണ്. ഫീനിക്സ് ചെടിയുടെ വേരാണ്. ഡോക്ടർ, അത് എവിടെയുണ്ട്? എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഡസ്റ്റിൻ, അത് മിസ്റ്റിക് ആർട്സുകാരുടെ കയ്യിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് മിസ്റ്റിക് ആർട്സ് ഓർഡർ. ആ മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ കയ്യിലാണ് ആ ഫീനിക്സ് റൂട്ട് ഉള്ളത്. അത് സംഘടിപ്പിച്ചു കൊണ്ടുവന്നാൽ നടാഷയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാമെന്നാണ് വാറ്റ്കിൻ പറഞ്ഞത്. വാറ്റ്കിൻ മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഡസ്റ്റിനും വാറ്റ്കിനും ആ കാര്യം അറിയാം. ഡ്രാഗൺ മാർഷ് രാജ്യത്തിന്റെ സൈന്യം പോലും മിസ്റ്റിക് ആർട്സ് ഓർഡറിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് പതിവ്. അവരുമായി ഒരു ഏറ്റുമുട്ടലിന് ഒരിക്കലും ഡ്രാഗൺ മാർഷ് തുനിയാറില്ല. മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ നിലവിലത്തെ ലീഡർ ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒരുപാടുണ്ട്. അവരെ കണക്ക് മുകളിലുള്ള ഒരു അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. ആ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ കയ്യിലാണ് ആ ഫീനിക്സ് റൂട്ട് ഉള്ളത്. മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ ആ ലീഡറുടെ കൈവശം ഇരിക്കുന്ന ആ ഫീനിക്സ് റൂട്ടിന് വേണ്ടി അവിടേക്ക് ചെന്നാൽ ജീവനോട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. മിഖായിൽ റോബിൻസൺ അതിശക്തനായ അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. മിഖായിൽ റോബിൻസന് കൂറ്റൻ സൈന്യങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടും മിഖായിൽ റോബിൻസൺ ഭാര്യ കാതറിൻ ഹണ്ടറുമായി അവിടെ നിന്ന് ഒളിച്ചോടിയത് കാതറിൻ ഹണ്ടറുടെ പിതാവ് മിസ്റ്റിക് ആർട്സ് ഓർഡറിന്റെ തലവൻ മിസ്റ്റർ ഹണ്ടറെ ഭയന്നിട്ട് തന്നെയാണ്. അദ്ദേഹത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ മിഖായിലിന് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നടാഷയെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് വാറ്റ്കിനും ഡസ്റ്റിനും ഒരുപോലെ അറിയാം. അമ്പരപ്പോടെ ഡോക്ടർ വാറ്റ്കിനെ നോക്കുന്ന ഡസ്റ്റിനോടായി ഡോക്ടർ വാറ്റ്കിൻ പറഞ്ഞു, ഡസ്റ്റിൻ, മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ബ്ലാക്ക് ബ്ലോസം ആണ്. ബ്ലാക്ക് ബ്ലോസമോ? ഡോക്ടർ, അതെവിടെയാണ് ഉള്ളത്? ഡസ്റ്റിൻ, അത് എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരടുത്താണ് അത് ഉള്ളതെന്ന് എനിക്കറിയാം. ഡോക്ടർ, ആരടുത്താണ് ഉള്ളത്? ഡസ്റ്റിൻ, ഐറിസ് മെസ്കലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഐറിസ് മെസ്കലോ? അതാരാ? ഡസ്റ്റിൻ, ഈ ജെയ്ദ് മെയ്തൻ സിസ്റ്റർഹുഡിനെ കുറിച്ച് അറിയാലോ? അതറിയാം. അവർ സ്റ്റോണിയിലെ മാർഷൽ ആർട്സ് മേഖലയിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ്. അവരുടെ മെന്റർ ആയിരുന്നു ഈ ഐറിസ് മെസ്കൽ. ഇപ്പോഴത്തെ മെന്ററുടെ മെന്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് അവരായിരുന്നു ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അവർ അതിശക്തിയായ ഒരു മാർഷൽ ആർട്സ് ജീനിയസ് ആയിരുന്നു. അതിശക്തിയായിരുന്നു പറഞ്ഞാൽ അവര് അൾട്ടിമേറ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതൊരാളെക്കാളും ശക്തിയായിരുന്നു അവർ. ആ ഐറിസ് മെസ്കല് ഒരാള് സ്നേഹിച്ചിരുന്നു. അയാൾക്ക് അസുഖം വന്നപ്പോൾ അയാളെ രക്ഷിക്കാനായി ഒരു മരുന്ന് തേടി അവരിറങ്ങി. ആ മരുന്നിന്റെ പേരാണ് ബ്ലാക്ക് ബ്ലോസം. ഡോക്ടർ, അങ്ങ് പറഞ്ഞു വരുന്നത്? അതെ ഡസ്റ്റിൻ, ബ്ലാക്ക് ബ്ലോസം അവർ സംഘടിപ്പിച്ചു. ഈ ഭൂമി മുഴുവൻ തെരഞ്ഞിട്ടാണ് അവർ ആ ബ്ലാക്ക് ബ്ലോസം സംഘടിപ്പിച്ചത്. അവർ ആ ബ്ലാക്ക് ബ്ലോസവുമായി തിരിച്ചെത്തുമ്പോൾ അവരുടെ ആ പ്രണയിതാവ് മരിച്ചു കഴിഞ്ഞിരുന്നു. ആ നിമിഷം മുതൽ ഐറിസ് മെസ്കലിനെയും അവരുടെ ആ പ്രണയിതാവിനെയും ബ്ലാക്ക് ബ്ലോസത്തിനെയും പിന്നെ ആരും കണ്ടിട്ടില്ല. ഒരു കല്ലറ എവിടെയോ കെട്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം കഥകളുണ്ട്. ആ കല്ലറയിൽ ആ ബ്ലാക്ക് ബ്ലോസം ഉണ്ട്. ആ ബ്ലാക്ക് ബ്ലോസം കിട്ടിയാൽ നടാഷയെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. തികച്ചും അസാധ്യമായ 2 ടാർഗറ്റുകളാണ് ലിൻഡൻ വാറ്റ്കിൻ ഡസ്റ്റിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ബ്ലാക്ക് ബ്ലോസം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഫീനിക്സ് റൂട്ട് കണ്ടുപിടിക്കണം. രണ്ടിലേതാണ് എളുപ്പം? അതാണ് കാതലായ ചോദ്യം. ഐറിസ് മെസ്കലിന്റെ ശവക്കല്ലറ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പമെന്നൊരു തോന്നൽ ഡസ്റ്റിനുണ്ട്. ഡസ്റ്റിൻ പെട്ടെന്ന് വാറ്റ്കിനോട് ചോദിച്ചു, ഡോക്ടർ, നടാഷയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡസ്റ്റിൻ, അടുത്ത 72 മണിക്കൂർ നടാഷയ്ക്ക് ഒന്നും സംഭവിക്കില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ഗ്യാരണ്ടി എനിക്കില്ല. പരമാവധി 14 ദിവസം വരെ നടാഷയെ പിടിച്ചു നിർത്താൻ എനിക്ക് ചിലപ്പോൾ പറ്റിയേക്കും. ഡോക്ടർ ലിൻഡൻ വാറ്റ്കിൻ ഒരു അൾട്ടിമേറ്റമാണ് നൽകിയിരിക്കുന്നത്. 3 ദിവസത്തിനും 14 ദിവസത്തിനിടയിൽ നടാഷ മരണത്തിന് കീഴടങ്ങും. അതിനു മുമ്പ് ഒന്നുകിൽ ഫീനിക്സ് റൂട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലോസം, ഏതെങ്കിലും ഒന്ന് ഡസ്റ്റിൻ അവിടെ എത്തിച്ചാൽ നടാഷയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാം. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.